ഗുഡ് ഈവനിങ് ഓൾ. സ്റ്റാർട്ട് ചെയ്യാം. ഒരു സൺഡേ ആണ്, നല്ല തിരക്കുള്ള ദിവസമൊക്കെയാണ്. നമ്മളിപ്പം പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മള് കേസ് ഹിസ്റ്ററി ടൈപ്പിംഗ് ആണല്ലേ. അപ്പം ഇതിൽ എനിക്ക് തോന്നുന്നു സ്റ്റുഡൻസ് ആയിട്ടുള്ളവരാണ് ഉള്ളത് തോന്നുന്നില്ല. സ്റ്റുഡൻസും അതേപോലെ ഇപ്പോൾ PG പാസ് ഔട്ട് അങ്ങനെ വർക്ക് ചെയ്യുന്നവര് എങ്ങനെയാണ്? സ്റ്റുഡൻസ് ഉണ്ടോ? സ്റ്റുഡൻസ് ആരൊക്കെയാ? അപ്പം കറന്റ് ഡിഗ്രിയോ PGയോ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് പറയുക ചെയ്താൽ നല്ലതായിരിക്കും. പ്രാക്ടീസിംഗ് ആയിട്ടുള്ള ആൾക്കാരാണോ അതോ സ്റ്റുഡൻസ്? മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്ത ആൾക്കാരാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. കൂടുതലും മാസ്റ്റേഴ്സ് കംപ്ലീറ്റഡ് ആണെന്ന് തോന്നുന്നു. PG കഴിഞ്ഞ് ഇങ്ങനെ പ്രാക്ടീസിലേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന ആളുകളാണ് അധികം ഉള്ളത്. അതെ. ഇപ്പം കേസ് ഹിസ്റ്ററി എന്നുള്ള ഒരു സംഗതി നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സിമിലർ ആയിട്ടുള്ള ഒരു സംഗതിയാണ്. ഇടയിൽ അഡ്മിറ്റ് ചെയ്യുന്നത് കൊണ്ട് കൂടിയാട്ടോ ഡിലേ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് PG ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ പ്രാക്ടീസിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ പിന്നെ തെറാപ്പിയിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ഇതേപോലെ ഓരോ തെറാപ്പീസ് മൊഡാലിറ്റീസിൽ നമുക്ക് എന്താണ് ചില പോലെ ട്രെയിനിങ് കാര്യങ്ങൾ ഓക്കെ MSW ചെയ്തുകൊണ്ടിരിക്കുന്നു, അങ്ങനെ പല രീതിയിലുള്ള ഏരിയാസിലുള്ള ആളുകളുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഒരു തെറാപ്പിയിലേക്കൊക്കെ ഇറങ്ങുന്ന സമയത്ത് എങ്ങനെയാണ് പിന്നെ കറക്റ്റ് നമ്മൾ ഫസ്റ്റ് ഒരു കേസ് എങ്ങനെയാണ് എടുക്കുക, കേസ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പം ചിലപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ്ങിലൊക്കെ തോന്നുന്നൊരു ഡൗട്ടാണ്, അതായത് കേസ് ഹിസ്റ്ററി എടുക്കേണ്ട ആവശ്യമൊക്കെ ഉണ്ടോ, എന്തിനാണ് ഇപ്പൊ ഇത്ര ഹിസ്റ്ററിന്റെ ഒക്കെ ആവശ്യം, നമുക്ക് ജസ്റ്റ് തെറാപ്പി കാര്യങ്ങൾ ഇതാക്കിയാൽ പോരെ, അങ്ങനെയൊക്കെ ഡൗട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇതിലിപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ കവർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അതുപോലത്തെ ഓരോ ഡൗട്ട്സ് കാര്യങ്ങൾ സ്വാഭാവികമായിട്ട് നമ്മൾ പഠിച്ചിറങ്ങുമ്പോൾ ഉണ്ടാവും. അപ്പൊ ആ സമയത്ത് ഞാൻ ഈ ഒരു വെബിനാറിലൂടെ ഉദ്ദേശിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മെയിൻ ആയിട്ട് ഒരു കേസ് ഹിസ്റ്ററി എന്തിനാണ് നമ്മൾ എടുക്കുന്നതെന്നുള്ള ഒരു വൈക്ക് നമ്മൾ എന്തായാലും എന്തായിരിക്കണം അറിഞ്ഞിരിക്കണമല്ലോ. അപ്പൊ അതിനെ കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്യാം. പിന്നെ അതേപോലെ എങ്ങനെ നമുക്ക് കേസ് ഹിസ്റ്ററി എടുക്കാം, അതിന്റെ ഒരു സ്ട്രക്ചർ കാര്യങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ അതേപോലെ തന്നെ എന്താണ് ഇത് വെച്ചിട്ട് നമ്മളെടുത്ത കേസ് ഹിസ്റ്ററി വെച്ചിട്ട് നമുക്കൊരു കേസ് എങ്ങനെ കോൺസെപ്റ്റലൈസ് ചെയ്യുക എന്നുള്ളതിന്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ, അത്രയാണ് നമ്മൾ ഈ ഒരു 1 hour സെഷനിൽ ഉദ്ദേശിക്കുന്ന കാര്യം. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതില് നമ്മള് സ്ക്രീന് വിസിബിൾ ആണല്ലോ അല്ലെ? ഓക്കെ, അപ്പം നമ്മള് അതിലൊരു ക്വസ്റ്റ്യൻ കാണല്ലോ, വൈ ഈസ് കേസ് ഹിസ്റ്ററി ടേക്കിംഗ് ഇമ്പോർട്ടൻറ്റ് ഇൻ സൈക്കോളജി. നമ്മൾ എന്തിനാണ് ആക്ച്വലി കേസ് ഹിസ്റ്ററി എടുക്കുന്നത്? ഇപ്പൊ എല്ലാവരും ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്, ഗ്രാജുവേറ്റഡ് ആയവരുണ്ട്. അപ്പോൾ നിങ്ങളൊരു അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ട് നമ്മൾ എന്തിനാ കേസ് ഹിസ്റ്ററി എടുക്കുന്നത്? മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പറയേണ്ടവർക്ക് അങ്ങനെ പറയാം, അല്ലെങ്കിൽ ജസ്റ്റ് ചാറ്റ് ബോക്സിൽ എന്താണോ നിങ്ങൾ മനസ്സിലാക്കി ആ ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം കേട്ടോ. ഡയഗ്നോസിസ് ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് കേസ് ഹിസ്റ്ററി എടുക്കുന്നത് എന്നുള്ളതാണ് നസ്ല പറഞ്ഞത്. ഓക്കെ, ബാക്കിയുള്ളവര് എന്തിനായിരിക്കും നമുക്കൊരു കേസ് ഹിസ്റ്ററിന്റെ ആവശ്യം? എവിടെയാണോ പ്രശ്നം വന്നത്, എവിടെ തൊട്ടാണോ പ്രശ്നം കുട്ടിക്ക് വന്നത്, ഇപ്പോൾ കുട്ടികളെ കുറിച്ചാണെങ്കിൽ എവിടെ തൊട്ടാണോ വന്നതെന്ന് നോക്കാൻ വേണ്ടിയാണ് കേസ് എടുക്കുന്നത്. കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ആ ഒരു കോഴ്സ് കാര്യങ്ങളൊക്കെ അറിഞ്ഞാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, കറക്റ്റ് ആയിട്ട് അവർക്കുള്ള ഇന്റർവെൻഷൻസ് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റുക. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് കേസ് ഹിസ്റ്ററി എടുക്കുന്നതെന്നാണ് വിപിന പറഞ്ഞത്. ഓക്കെ, കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. അപ്പൊ നമ്മൾ കുറച്ചും കൂടെ അതിനൊന്ന് മോഡിഫൈ ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മളിപ്പം നമുക്ക് എന്തെങ്കിലും രോഗവും കാര്യങ്ങളൊക്കെ വന്നിട്ട് നമ്മൾ ഒരു ഫിസിഷ്യന്റെ അടുത്ത് പോവാണ്, ഒരു പനി വന്നു, നമ്മളൊരു ഫിസിഷ്യന്റെ അടുത്ത് പോവാണെന്ന് വിചാരിക്കാം. അപ്പൊ അങ്ങനെ ഒരു ഫിസിഷ്യന്റെ അടുത്ത് പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആളെന്ത് ചെയ്യും, നമ്മളോട് നമ്മുടെ സിംറ്റംസ് കാര്യങ്ങളൊക്കെ ചോദിക്കും. അതിനനുസരിച്ച് ഇപ്പം ബ്ലഡ് ടെസ്റ്റോ അല്ലെങ്കിൽ അങ്ങനത്തെ ടെസ്റ്റുകൾ ആണെങ്കിൽ അത് തരും, അതല്ലെങ്കിൽ മരുന്ന് എഴുതുകയാണെങ്കിൽ ആ രീതിയിൽ എഴുതും. അങ്ങനെ എന്ത് ചെയ്യും, നമ്മളോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കും.
അപ്പൊ ഇപ്പൊ എനിക്കൊരു പനി വന്നിട്ട് ഒരു ഫിസിഷ്യന്റെ അടുത്ത്, ഒരു ഡോക്ടറെ അടുത്ത് പോവുകയാണെങ്കിലും, അതേപോലെ തന്നെ ഈ കൂട്ടത്തിൽ വേറെ ആർക്കെങ്കിലും ഒരാൾക്ക് പനി വന്നിട്ട് സെയിം സിംറ്റംസ് ആയിട്ട് ഡോക്ടറെ അടുത്ത് പോവുകയാണെങ്കിലും നമുക്ക് രണ്ടുപേർക്കും ചിലപ്പോൾ കിട്ടുന്ന ടെസ്റ്റുകൾ, അതുപോലെ പിന്നെ റിസൾട്ടുകൾ, കാര്യങ്ങളൊക്കെ സെയിം ആയിരിക്കും. കാരണം അത് ഒരു പേഴ്സൺ മാറുന്നു എന്ന് വെച്ച് സെയിം സിംറ്റംസ് ഉള്ളവർക്കൊക്കെ എന്തുതന്നെയായിരിക്കും, സെയിം മരുന്ന് കാര്യങ്ങളായിരിക്കും കൊടുക്കുക. എന്താണോ പ്രശ്നം അതിനനുസരിച്ചുള്ള മരുന്നായിരിക്കും കൊടുക്കുക. അതല്ലാതെ ഇപ്പം എനിക്കുള്ള സെയിം സിംറ്റംസ് ഈ കൂട്ടത്തിലുള്ള വേറൊരാൾക്ക് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് അയാൾക്ക് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മരുന്നോ കാര്യങ്ങളോ ആയിരിക്കണം എന്നില്ല പ്രിസ്ക്രൈബ് ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ ജനറലി നമ്മളെ ഒരു പിന്നെ ഫിസിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം. പക്ഷെ സൈക്കോളജിയിൽ നമ്മൾ ഒരു ഹ്യൂമനെ, ഓരോ ഇൻഡിവിജ്വലിനെ നമ്മൾ യുണീക്ക് ആയിട്ടാണ് കാണുന്നത്. ഓരോരുത്തരും ഡിഫറെന്റ് ആണ്. അപ്പം ഒരാളെ നമ്മൾ ഡയഗ്നോസ് ചെയ്തു, അയാൾക്ക് ഡിപ്രഷൻ ആണ് എന്നുള്ള ഒരു സംഗതി നമ്മൾ മനസ്സിലാക്കിയാലും നമ്മൾ രണ്ടുപേർക്കും കൊടുക്കുന്ന ഇന്റർവെൻഷൻസ് ഒരേ രീതിയിലായിരിക്കണം എന്നില്ല. അതിൽ ഡിഫറൻസ് ഉണ്ടാവും. കാരണം ഇൻഡിവിജ്വൽസ് ഓരോന്നും ഡിഫറെന്റ് ആണ്. അപ്പോൾ ഓരോ പേഴ്സണെയും ആ ഒരു ഇൻഡിവിജ്വൽ ഡിഫറൻസ് അനുസരിച്ച് മനസ്സിലാക്കിയിട്ട് അയാൾക്ക് വേണ്ട ഹെൽപ്പ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാനാണ് നമ്മൾ ആക്ച്വലി എന്ത് ചെയ്യുന്നത്, ഈ ഒരു കേസ് ഹിസ്റ്ററി എടുക്കണം. അതിൽ നിങ്ങൾ ഓൾറെഡി കാര്യങ്ങൾ വന്നു, ഡയഗ്നോസ് ചെയ്യാന്, കോഴ്സ് കണ്ടുപിടിക്കാന് എന്നുള്ള നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ വന്നു. എന്നാലും അത് എവിടുന്നാണ് കറക്റ്റ്, ഇതിന്റെ ഒരു റൂട്ട് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമുക്ക് കറക്റ്റ് ഓരോ ഇൻഡിവിജ്വലിനും അയാൾ എന്താന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ ഇന്റർവെൻഷൻസ് കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമുക്ക് അവിടെ റിസൾട്ട് ഉണ്ടാവുള്ളൂ. അപ്പൊ ഓരോരുത്തരുടെയും നമ്മളെ മുന്നിൽ വരുന്ന ഓരോ ക്ലയന്റിന്റെയും പേഴ്സണൽ സ്റ്റോറി എന്താണെന്നുള്ളത് എന്ത് ചെയ്യണം, നമ്മൾ അറിയണം. അതേപോലെ അയാളുടെ ലൈഫ് എങ്ങനെയാണ്, അയാളുടെ ഹോപ്സ്, ഫിയേഴ്സ്, എന്തൊക്കെ കോൺഫ്ലിക്റ്റുകളാണ് അയാൾക്കുള്ളത്, അയാളുടെ സ്ട്രെങ്ത് എന്തൊക്കെയാണ്, അയാളുടെ ഡിസപ്പോയിന്റ്മെന്റ്സ് എന്തൊക്കെയാണ്, ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചൊക്കെ എന്തായിരിക്കണം, നമ്മൾ അവെയർ ആയിരിക്കണം. അപ്പോൾ ഇത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ആ പേഴ്സൺ എന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആക്ച്വലി എന്ത് ചെയ്യുന്നത്, കേസ് ഹിസ്റ്ററി എടുക്കുന്നത്. ബാക്കി ഈ ഡയഗ്നോസിസ് ആണെങ്കിലും കോസ് ആണെങ്കിലും ഒക്കെ അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ഇങ്ങനെ വരുന്ന സംഗതിയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് കേസ് ഹിസ്റ്ററി എടുക്കണം എന്നുള്ളത് നമുക്കറിയാം, അതിന്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ അറിയാം. ഇനി വൈ കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഹൗ, എങ്ങനെയാണ് നമുക്ക് ആ ഒരു കേസ് ഹിസ്റ്ററി എടുക്കാൻ കഴിയുക. പിന്നെ ജസ്റ്റ് നമ്മളിപ്പോ സർവേക്കൊക്കെ പോകുന്ന പോലെ കുറെ ക്വസ്റ്റ്യൻസ് നമ്മളിങ്ങനെ പ്രിപ്പയർ ചെയ്ത് പോയിട്ട് ആ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഡയറക്റ്റ് ഒരാളോട് ചോദിക്കുക, ക്ലയന്റിനോട് ഇങ്ങനെ ചോദിക്കുക, അല്ലെങ്കിൽ ഇൻഫോർമെന്റിനോട് ചോദിക്കുക. അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കൊരു ഓക്വേർഡ് ഫീലിംഗ് വരും. കാരണം അവർ ഓൾറെഡി തകർന്ന് വല്ലാത്തൊരവസ്ഥയിലാണ് നമ്മളെ അടുത്തേക്ക് വരുന്നത്. അപ്പൊ ഇങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവില്ലേ, അങ്ങനത്തെ ഒരു കാര്യം നമുക്ക് നമ്മൾ ബോധർ ചെയ്യുന്ന കാര്യമാണ്. ഇനി അതല്ല, നമ്മൾ ജസ്റ്റ് ക്ലയന്റിനോട് നിങ്ങൾ വരാനുണ്ടായ ഒരു റീസൺ എന്താണെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ക്ലയന്റ് ഇങ്ങനെ അയാളുടെ സ്റ്റോറി പറയും. ചിലപ്പം ചെറുപ്പം മുതലുള്ള സ്റ്റോറി, അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം സ്റ്റാർട്ട് ചെയ്തതുള്ള സ്റ്റോറി ഇങ്ങനെ അയാൾ പറഞ്ഞുകൊണ്ടേ നിൽക്കും. അപ്പൊ നമുക്ക് ടിപ്പിക്കലി നമ്മൾ ഒരു 1 hour ആണ് ഒരു സെഷൻ എടുക്കുക. അപ്പം ഇയാൾ ഈ സ്റ്റോറി പറയുന്നത് അങ്ങനെ അങ്ങോട്ട് നമ്മൾ കേട്ട് അതേപോലെ അങ്ങ് കഴിഞ്ഞാൽ യാതൊരു രീതിയിലുള്ള ഡയറക്ഷനും ഇല്ലെങ്കിൽ നമ്മൾ ആ 1 hour കഴിയും, യാതൊരു രീതിയിലുള്ള ഇന്റർവെൻഷൻസ് നമുക്ക് കൊടുക്കാനും പറ്റില്ല, നമുക്കൊരു ഐഡിയയും കിട്ടൂല. കാരണം നമുക്ക് വേണ്ട ഡീറ്റെയിൽസ് എന്ത് ചെയ്യൂല, നമുക്ക് കിട്ടാണ്ട് പോകും. എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടണമെന്ന് നിർബന്ധമല്ല. അപ്പൊ പിന്നെ എങ്ങനെയാണ് നമുക്ക് വേണ്ട ഡീറ്റെയിൽസ് കിട്ടുകയും വേണം, എന്നാൽ ക്ലയന്റിന് ആ ഒരു ഓക്വേർഡ് ഫീലിംഗ് വരാനും പാടില്ല. അപ്പൊ അത് നമുക്ക് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാന്ന് വെച്ചാല് അതിന് ഏറ്റവും നല്ല മെത്തേഡ് പറഞ്ഞാൽ ഈ 2 മെത്തേഡ് കൂടെ നമ്മൾ കൂട്ടിയിട്ടൊരു പുതിയ മെത്തേഡിലാണ് നമ്മൾ യൂസ് ചെയ്യുക. അതായത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് പറഞ്ഞ പോലെ നമ്മൾ ഒരു സർവേ ടൈപ്പ്, അതായത് നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ക്വസ്റ്റ്യനെയർ മെത്തേഡ് എന്ന് പറയും. ആ ക്വസ്റ്റ്യനെയർ മെത്തേഡിൽ ആക്ച്വലി നമ്മൾക്ക് കുറെ ഫാക്ച്വൽ ആയിട്ടുള്ള കുറെ ഡാറ്റാസ് കാര്യങ്ങൾ കിട്ടും. നമുക്ക് വേണ്ട ഇൻഫോർമേഷൻസ് ഒക്കെ എന്തുണ്ട് അതിലുണ്ട്. അത് കുറച്ചും കൂടെ ഇൻഫോർമേറ്റീവ്ലി നോക്കുകയാണെങ്കിൽ ലോഡഡ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇത് പ്രീ ഇന്റർവ്യൂ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ക്ലയന്റിന് അവരുടെ സ്റ്റോറി പറയാൻ നമ്മൾ അനുവദിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതിനെ രണ്ടിനെ എങ്ങനെയാണ് നമുക്ക് കമ്പൈൻ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ പറഞ്ഞ പോലെ നമ്മുടെ മൈൻഡിൽ ഈ ക്വസ്റ്റ്യനെയറിന്റെ ഒരു ഫ്രെയിം വർക്ക് നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം. അതായത് എനിക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്, പിന്നെ എന്തൊക്കെ ഇയാളേക്ക് എനിക്ക് കിട്ടണം എന്നുള്ള ഈ ഒരു കേസ് ഹിസ്റ്ററിയിൽ നമ്മൾ പറയുന്ന ആദ്യം മുതൽ അവസാനം വരെ പറയുന്ന കാര്യങ്ങളുടെ ആ ഒരു ഫ്രെയിം വർക്ക് നമ്മളെ മൈൻഡിൽ ഉണ്ടാവുക. അത് വെച്ചുകൊണ്ടാണ് ക്ലയന്റിനെ അവരുടെ സ്റ്റോറി പറയാൻ അനുവദിക്കുകയും ചെയ്യാം. അപ്പൊ ആ സ്റ്റോറി പറയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് വേണ്ട കാര്യങ്ങൾ, അപ്പം ക്ലയന്റിന് നമുക്ക് എന്ത് ചെയ്യേണ്ട, അങ്ങനെ അങ്ങോട്ട് അയാളുടെ സ്റ്റോറി പറയാൻ വിട്ടെടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റ് ചെയ്യാം ഓരോ ക്വസ്റ്റ്യൻസ്. ഇതിന്റെ ഇടയിൽ നമുക്ക് ഇങ്ങനെ ചോദിച്ചത് ഇന്ററപ്റ്റ് ചെയ്യാത്ത രീതിയിൽ തന്നെ നമ്മൾ കൂടുതൽ ക്യൂരിയസ് ആണ് അയാളുടെ സ്റ്റോറി അറിയാൻ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാം, നമുക്ക് വേണ്ട ക്വസ്റ്റ്യൻസ് നമ്മൾ മൈൻഡിൽ വെച്ചുകൊണ്ട് തന്നെ
നമുക്ക് എന്ത് ചെയ്യാം, അയാളെ ഡയറക്റ്റ് ചെയ്ത് കൊണ്ടുപോകാം. പിന്നെ ഈ കേസ് ഹിസ്റ്ററി എടുക്കാനുള്ള ടൈമിംഗ് എന്ന് പറഞ്ഞാലും നമ്മൾ ഇനിഷ്യലി ഒക്കെ പ്രാക്ടീസ് ചെയ്യാൻ ഇറങ്ങുമ്പോൾ ചിലപ്പോൾ നമുക്ക് എന്താണ് കുറച്ചധികം ടൈം എടുക്കും. ആളുകളുടെ സ്റ്റോറിന്ന് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ പിക്ക് ചെയ്തെടുക്കാനും ഒക്കെ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പക്ഷെ എന്താണ് ബേസിക്കലി ഇതൊരു സ്കില്ലാണല്ലോ. അപ്പൊ സ്കില്ല് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ച് എന്താണ് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു സാധനമാണ്. പ്രാക്ടീസ് ചെയ്യാണ്ടിരുന്നാൽ എന്താണ് നോളജ് പോലല്ല. നോളജ് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയും കിട്ടും. പക്ഷെ നമ്മള് സ്കില്ല് എന്ന് പറഞ്ഞ സംഗതി എന്താണ്, നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ മാത്രമാണ് എന്ത് ചെയ്യുക, നമുക്കതിൽ പ്രോ ആവാനായിട്ട് സാധിക്കുക. അപ്പൊ ബേസിക് ആയിട്ട് ഈ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുകയും ചെയ്യുക. അതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യുക, ഇതിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പിന്നെ ആ ഒരു ടൈമിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ആവും. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാണ് ഒരു കേസ് ഹിസ്റ്ററിയിൽ നമ്മൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത അതിന്റെ ഒരു ഏകദേശ സ്ട്രക്ചർ കാര്യങ്ങൾ എന്തൊക്കെയാന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പം സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ ഇതില് നമ്മൾ ക്ലിനിക്കിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും, അതല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ സെറ്റിങ്ങിൽ. അപ്പം ഏത് സ്ഥലത്താണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് അതിനനുസരിച്ച് എന്താണ് ഇതിൽ നമ്മൾ ശേഖരിക്കുന്ന ഡീറ്റെയിൽസിൽ ചിലപ്പോൾ ഡിഫറൻസുകൾ ഉണ്ടാവും. കാരണം ചിലയിടത്ത് അഡീഷണൽ ആയിട്ട് നമുക്ക് ഇൻഫർമേഷൻസ് വേണ്ടതുണ്ടാവും, ചിലത് എന്താണ് നമുക്ക് വേണ്ടാത്തതും ഉണ്ടാവും. പിന്നെ ചില ക്ലിനിക്കുകളിൽ എന്താണ് ഓരോതായിട്ട് തന്നെ ഉള്ള കേസ് ഹിസ്റ്ററിന്റെ ഫോർമാറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചില സ്ഥലത്താണെങ്കിൽ നമ്മളാണ് ഇപ്പൊ അവിടെ ആദ്യമായിട്ട് ഇപ്പൊ ഒരു സ്റ്റാർട്ടപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളാണ് അവിടെ ഫസ്റ്റ് ഹയർ ചെയ്യുന്ന സൈക്കോളജിസ്റ്റ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എന്താണ് നമ്മൾ തന്നെ ഒരു കേസ് ഹിസ്റ്ററി ഫോർമാറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് എന്താണ് ഹെഡിങ്സ് കാര്യങ്ങളിൽ ചിലപ്പോൾ ഡിഫറൻസ് ഉണ്ടാവും, പക്ഷെ നമ്മൾ സീക്ക് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ അണ്ടറിൽ ചിലപ്പോൾ ഹെഡിങ്സ് വേറെ വേറെ ആണെന്നുണ്ടെങ്കിലും ഇതിന്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങൾ ഇന്ന കാര്യങ്ങളാണ്, ഇതൊന്നും മിസ് ചെയ്യരുത്. അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു കേസ് ഹിസ്റ്ററിനെ ഒന്ന് സ്ട്രക്ചർ ചെയ്താൽ മതി. അതല്ലാതെ ഈ സെയിം ഹെഡിങ്സ് വേണം എന്നുള്ള എന്തില്ല നിർബന്ധമൊന്നുമില്ല. ഇതിന്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങൾ ഓരോ സെറ്റിംഗ് അനുസരിച്ച് ചിലപ്പോൾ എന്താ ഉണ്ടാവും, ഡിഫറൻസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ പൊതുവേ ഉള്ള കുറച്ച് കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രൂപത്തിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം അവിടെ ഞാൻ ഇതിൽ 8 കാര്യങ്ങളാണ്, 8 ഹെഡിങ്സിന്റെ താഴെയാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു കേസ് ഹിസ്റ്ററിനെ സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. ഡെമോഗ്രാഫിക് ഡീറ്റെയിൽസ് ഉണ്ട്, അതേപോലെ ചീഫ് കംപ്ലൈൻസ്, പിന്നെ ഹിസ്റ്ററി ഓഫ് പ്രസന്റ് ഇൽനെസ് നമ്മൾ HOPI എന്നൊക്കെ ഷോർട്ടായിട്ട് പറയാറുണ്ട്. പിന്നെ പാസ്റ്റ് ഹിസ്റ്ററി, മെഡിക്കൽ ഹിസ്റ്ററി, ഫാമിലി ഹിസ്റ്ററി, പേഴ്സണൽ ഹിസ്റ്ററി ആൻഡ് ലാസ്റ്റ് വൺ പ്രിമോർബിഡ് പേഴ്സണാലിറ്റി. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കേസ് ഹിസ്റ്ററിയിൽ വരുന്നത്. ഓക്കെ, അപ്പൊ അതിൽ ഫസ്റ്റ് വണ്ണാണ് ഡെമോഗ്രാഫിക് ഡീറ്റെയിൽസ്, അതല്ലെങ്കിൽ പേഴ്സണൽ ഇൻഫോർമേഷൻസോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഒരു ഇൻഡിവിജ്വലിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള എന്നാൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് എന്തെന്ന് പറയുന്നത് അയാളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഡെമോഗ്രാഫിക് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. അതിന്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങൾ നമുക്ക് ഓൾറെഡി ഫെമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അയാളുടെ നെയിം, ഏജ്, ജെൻഡർ, എഡ്യൂക്കേഷൻ, ഒക്യുപ്പേഷൻ, സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്, മാരിറ്റൽ സ്റ്റാറ്റസ്, അഡ്രസ്, റെസിഡൻസ്, സോഴ്സ് ഓഫ് റെഫറൽ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. നമ്മള് ഒരു പിന്നെ ക്ലയന്റിന്റെ നെയിം നമുക്ക് അറിയുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളൊരു എല്ലാ സെക്ഷനിലും നമ്മൾ ആ ഒരു ക്ലയന്റിനെ നെയിം വെച്ചിട്ട് അഡ്രസ് ചെയ്യുന്നത് എപ്പോഴും അയാൾക്കൊരു സെൻസ് ഓഫ് ഐഡന്റിറ്റി കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യും. അപ്പം നെയിം അയാളുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. പിന്നെ അതേപോലെ അയാളെ ഏജ്, ജെൻഡർ, ഇതൊക്കെ ചിലപ്പോൾ എന്താണ് ചിലപ്പോൾ നമ്മള് ഡയറക്റ്റ് ചോദിക്കണം തന്നെയല്ല. ചില ആൾക്കാർ ഇപ്പം എന്താ നിങ്ങൾ വരാനുണ്ടായ ഒരു കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ തന്നെ ചില ആളുകൾ എന്ത് ചെയ്യും, അവരുടെ സ്റ്റോറി ഇങ്ങനെ പറഞ്ഞു തുടങ്ങും. എന്റെ പേര് ഇന്നതാണ്, ഇന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്, അപ്പോൾ ഞാൻ ഇന്നതാണ് പഠിച്ചത്. അങ്ങനെ ചിലപ്പോൾ ഓരോ സ്റ്റോറിയിൽ തന്നെ ആ സംഗതികൾ വരാം. അതല്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ പോലെ ഓരോന്നും ഇങ്ങോട്ട് പറയുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫോർമൽ ആയിട്ടല്ലേ ഒരു നമ്മളൊരു റാപ്പോ ഒക്കെ ബിൽഡ് ചെയ്ത്, അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് കയറി വരുന്ന സമയത്ത് തന്നെ ഒരു പേരൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ ഇവിടുന്ന് എങ്ങനെയാണ്, കാറിലാണോ വന്നത്, അല്ലെങ്കിൽ പിന്നെ കൂടാതെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ആ രീതിയിൽ നമുക്ക് ചോദിക്കുമ്പോൾ ഇങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും. ഡയറക്റ്റ് ആയിട്ട് തന്നെ ഈ കാര്യങ്ങൾ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഡയറക്റ്റ് ചോദിക്കേണ്ടി വരും. ഇതിൽ തന്നെ നമുക്ക് കിട്ടുന്ന സംഗതികൾ നമുക്ക് എന്ത് ചെയ്യാം, അല്ലാതെയും നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ നമുക്ക് എന്താണ് അവരുടെ എഡ്യൂക്കേഷൻ, അതേപോലെ ഏതൊരു റെസിഡൻസ്, നമ്മൾ പ്ലേസ് ഓഫ് റെസിഡൻസ് ഒക്കെ ചോദിക്കുന്നത് എന്തിനാ വെച്ചാൽ ഇപ്പൊ റൂറൽ ആണോ അർബൻ ആണോ, ഇപ്പം ഓരോ ഏരിയയിൽ നിന്ന് വരുന്ന ആളുകൾ അല്ലെങ്കിൽ ഓരോ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകൾ, അപ്പൊ അവർക്കൊക്കെ നമ്മൾ അവരായിട്ട് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അവർക്ക് ആ രീതിയിൽ ഇപ്പോൾ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഭയങ്കര ഹൈ ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും. ആയിട്ടുള്ള ഒരാളാണ് നമ്മുടെ അടുത്ത് വരുന്നതെങ്കിൽ അയാളോട് നമ്മൾ സംസാരിക്കേണ്ട ഒരു രീതി ഉണ്ടാവും.
അപ്പം എങ്ങനെയാണ് അപ്പൊ അയാൾ കൂടുതൽ മനസ്സിലാക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊക്കെ അവരുടെ ബാക്ക്ഗ്രൗണ്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. പിന്നെ ലാസ്റ്റ് വൺ ആ ഒരു സോഴ്സ് ഓഫ് റെഫറൽ എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താണ് വേറെ സൈക്കാട്രിസ്റ്റ് ആരെങ്കിലും നമുക്ക് റെഫർ ചെയ്തതാണോ, ഇതിന്റെ കൂടെ തെറാപ്പിയും കൂടെ വേണം എന്നുള്ളതുകൊണ്ട് അങ്ങനെ റെഫർ ചെയ്തതാണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതാം. പിന്നെ ഹോസ്പിറ്റലിലാണെങ്കിൽ ഇതിന്റെ കൂടെ പിന്നെയും അഡ്മിറ്റിന്റെ ഡീറ്റെയിൽസ് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിന് ബേസിക് ആയിട്ട് ഇത്രയും കാര്യങ്ങൾ ഡെമോഗ്രഫിക് ഡീറ്റെയിൽസിൽ വേണം എന്നുള്ളത് അറിഞ്ഞിരിക്കാം. ആൻഡ് സെക്കൻഡ് വൺ ആണ്, സെക്കൻഡ് വൺ അല്ല ഇതിന്റെ അണ്ടർ തന്നെ നമ്മൾ ഇതാക്കുന്നതാണ് ഇൻഫോർമന്റ് ഇൻഫോർമേഷൻ എന്നുള്ളത്. അതായത് ഇപ്പൊ ഈ ഒരു ക്ലയന്റിന്റെ കൂടെ സ്വാഭാവികമായിട്ട് എന്താണ് ആരെങ്കിലുമൊക്കെ വരും. അപ്പൊ അവരുടെ കൂടെ വരുന്ന ആളുകൾ ഇപ്പൊ നമുക്ക് ഒരു സൈക്കോട്ടിക് ഒക്കെ ആയിട്ടുള്ള പേഷ്യന്റ് ആണ് എന്നുണ്ടെങ്കിൽ, ഒരു ക്ലയന്റ് ആണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് എന്താണ് ഈ പറഞ്ഞ പോലെ പിന്നെ അവർക്കൊരു റിയാലിറ്റിനെ കുറിച്ചുള്ള ഒരു ക്ലാരിഫിക്കേഷൻ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് അവരേക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻസ് കാര്യങ്ങൾ എന്തായിരിക്കും, എല്ലാ ഇൻഫോർമേഷൻസ് നമുക്ക് കിട്ടൂല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇൻഫോർമന്റിന്റെ അടുത്തുനിന്നായിരിക്കും ആ ഇൻഫോർമേഷൻസ് എടുക്കേണ്ടി വരിക. ഇനി ഒരു ന്യൂറോട്ടിക് കണ്ടീഷൻ അതല്ലെങ്കിൽ കോമൺ നമ്മളെ ഡെയിലി കൗൺസിലിംഗ് കേസ് സംഗതികൾ ഒക്കെ ഉണ്ടാവുമല്ലോ, ആ രീതിയിലുള്ള പ്രോബ്ലംസ് ഒക്കെ ആയിട്ട് വരുന്നതാണെങ്കിൽ കുറെ ഇൻഫോർമേഷൻസ് എന്താണ് നമുക്ക് ക്ലയന്റിന്റെ അടുത്ത് തന്നെ കിട്ടും. അപ്പൊ എന്താണ് ആരാണോ ഈ പറഞ്ഞ പോലെ ഇൻഫോർമേഷൻ ഇപ്പൊ ഒറ്റക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് സെൽഫ് തന്നെ എന്ത് ചെയ്യാം, ഇൻഫോർമന്റിനെ എഴുതാം. അതല്ല എന്താണ് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ നമുക്ക് ഇൻഫോർമേഷന്റെ അടുത്തുനിന്ന് ഇപ്പം ഡാറ്റ പിന്നെ എടുക്കേണ്ട സന്ദർഭങ്ങളുണ്ടാവും. അപ്പൊ ആ ടൈമിൽ എന്താണ് ആരാണ് ഇൻഫോർമന്റ്, ആ ഇൻഫോർമന്റിന്റെ നെയിം, അതേപോലെ തന്നെ ഈ ക്ലയന്റും ആയിട്ടുള്ള ഇൻഫോർമന്റിന്റെ റിലേഷൻഷിപ്പ് എന്താണെന്നുള്ളത്, ഇപ്പൊ മദർ ആണോ ഫാദർ ആണോ ഹസ്ബൻഡ് ആണോ ആരാന്നുള്ളത്. അതേപോലെ തന്നെ ഈ ലെങ്ത് ഓഫ് കോണ്ടാക്ട് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എത്ര കാലമായിട്ട് ഇവർ ഒരുമിച്ച് നിൽക്കുന്നുണ്ട് എന്നുള്ളത്. അങ്ങനത്തെ ആൾക്കാണ് ഇപ്പം ഒരു 1 year എങ്കിലും ഒരുമിച്ച് നിൽക്കുന്ന ആളുകളായിരിക്കും പിന്നെ എന്ത് ചെയ്യുക, അയാളുടെ കറന്റ് സിറ്റുവേഷൻ ആണെങ്കിലും കാര്യങ്ങളാണെങ്കിലും ഒക്കെ കുറച്ചും കൂടെ ക്ലാരിറ്റി ഉണ്ടാവും. അപ്പൊ ആ ഒരു ലെങ്ത് ഓഫ് കോണ്ടാക്ട് എന്താണ് ഇമ്പോർട്ടന്റ് ആണ്. എത്ര വർഷമായിട്ട് ഇവര് പിന്നെ മീൻസ് ഒരുമിച്ച് നിൽക്കുന്നുണ്ട്, ആ ഒരു അറ്റൻഡൻസിന്റെ ഡീറ്റെയിൽസ് നമുക്ക് എന്താണ് ആവശ്യമാണ്. പിന്നെ അതേപോലെ തന്നെ അതിൽ വരുന്നതാണ് ഈ തന്ന ഇൻഫോർമേഷൻസ് ഒക്കെ റിലയബിൾ ആണോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പൊ റിലയബിൾ ആണോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ പറഞ്ഞ പോലെ ഒന്നിൽ കൂടുതൽ ഇൻഫോർമൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 2 പേരെടുത്തുനിന്നും ഇൻഫോർമേഷൻസ് എടുത്ത് ക്രോസ് ചെക്ക് ചെയ്യാം. അപ്പൊ അവർ പറയുന്നതിൽ ക്ലാരിറ്റി ഉണ്ടോ, കൺസിസ്റ്റന്റ് ആയിട്ടാണോ പറയുന്നത്, ഇപ്പൊ ഒരു ഇൻകൊഹറന്റ് ഒരു ബന്ധമില്ലാത്ത രീതിയിലാണോ അല്ലെങ്കിൽ കൊഹറന്റ് ആണോ എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് അവരോട് സംസാരിച്ചൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ അതല്ലാത്ത ചില സിറ്റുവേഷനിൽ എന്താണ് ഇപ്പൊ ചിലപ്പം അവർ പറയുന്ന കാര്യങ്ങൾ ഇപ്പൊ ഒരു ഇൻഫോർമന്റേ ഉള്ളൂ, പക്ഷെ അവർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ചെറിയൊരു ക്ലാരിറ്റി കുറവുണ്ട്. അതായത് ഫസ്റ്റ് സെഷനിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യണമെന്നില്ല, റിലയബിൾ ആണോ ചിലത് മനസ്സിലാവേണ്ട ഒരു ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, റിലയബിലിറ്റി എന്നുള്ളതിന്റെ അപ്പുറത്ത് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടേക്കുക. കാരണം നമുക്ക് ഒരു സംശയം ഉണ്ട് എല്ലാ കാര്യങ്ങളും റിലയബിൾ ആണോ എന്നുള്ളത്. അപ്പൊ ജസ്റ്റ് നമുക്ക് പെൻസിൽ കൊണ്ട് എന്തുണ്ടെങ്കിലും ഒന്നും ആ റിലയബിലിറ്റി ഒരു ക്വസ്റ്റ്യൻ മാർക്കിൽ നമുക്ക് വെക്കാം. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് എന്താണ് ഇൻഫോർമന്റിനോട് ചോദിക്കാം, എന്താണ് ഇപ്പോൾ കൺസൾട്ടേഷന് വരാനുള്ള ഒരു ഇതെന്താന്നുള്ളത്, അവരുടെ എക്സ്പെക്ടേഷനും കാര്യങ്ങളൊക്കെ ചോദിക്കാം. അപ്പൊ ചില ആളുകളാണെങ്കിൽ ഇപ്പോൾ ചൈൽഡ് കേസിലൊക്കെ ആണെങ്കിൽ ചിലർ ജസ്റ്റ് സർട്ടിഫിക്കേഷന് വേണ്ടി മാത്രം വരുന്നവരുണ്ടാവും. അങ്ങനെ എന്താണ് അവരുടെ ഒരു പർപ്പസ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിനനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇൻഫോർമന്റിന്റെ അടുത്തുനിന്ന് എടുക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് വൺ ആണ് നമ്മളെ കേസ് ഹിസ്റ്ററിയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, അതായത് ചീഫ് കംപ്ലൈൻസ് എന്നുള്ളത്. ചീഫ് കംപ്ലൈൻസ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ എന്താണ് ആള് ഇങ്ങോട്ടേക്ക് എത്തിക്കാനുണ്ടായ ഒരു റീസൺ ഉണ്ടാവും അല്ലെ, എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ആള് ഫേസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പൊ ഈ ചീഫ് കംപ്ലൈൻസ് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എന്താണ് ക്ലയന്റിന്റെ ഓൺ വേർഡ്സിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എപ്പോഴും ചീഫ് കംപ്ലൈൻസ് എഴുതേണ്ടത്. ടെക്നിക്കൽ വേർഡ്സ് മാക്സിമം എന്ത് ചെയ്യുക, അവോയ്ഡ് ചെയ്യുക. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ക്ലയന്റ് പറയാണ്, എനിക്ക് എന്താണ് സോഷ്യലി ഒന്നും അങ്ങനെ ഭയങ്കര എല്ലാവരുമായിട്ടൊന്നും മിങ്കിൾ ചെയ്യാനൊന്നും ഇപ്പൊ തോന്നുന്നില്ല, ഭയങ്കര ഞാൻ അങ്ങനെ വിഡ്രോ ചെയ്ത് നിൽക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആ രീതിയിലാണ് അത് എഴുതേണ്ടത്. അതിന് പകരം എന്താ, അയാൾക്ക് അനഡോണിയ അങ്ങനത്തെ അത് നമ്മൾ ടെക്നിക്കൽ ടേം ആണ്. സ്കീസോയിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കൽ ടേം ആണ് എന്ത്, അനഡോണിയ എന്നല്ല. അപ്പൊ അത് അവിടെ അനഡോണിയ എന്ന് എഴുതാതെ ആ പേഷ്യന്റ് എന്താണോ പറഞ്ഞത്, ആ ക്ലയന്റ് എന്താണോ പറഞ്ഞത്, ആ ക്ലയന്റിന്റെ ഓൺ ലാംഗ്വേജിൽ തന്നെ നമ്മൾ ആ ഒരു ചീഫ് കംപ്ലൈൻസ് എഴുതാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്ത്, ക്രോണോളജി. ഇതൊക്കെ നമ്മൾ പോയിന്റ് ചീഫ് കംപ്ലൈൻസ് ഒക്കെ നമ്മൾ പോയിന്റ് ആക്കിയിട്ടാണല്ലോ എഴുതുക. പിന്നെ അതേപോലെ തന്നെ ക്രോണോളജിക്കൽ ഓർഡറിൽ ഫസ്റ്റ് സിംറ്റം ഏതാണോ ഉണ്ടായത്, ആദ്യം കാണിച്ച ഒരു സിംറ്റം എന്താണോ അത് ആദ്യം എഴുതുക. അതിന്റെ കൂടെ തന്നെ നമ്മൾ ഡ്യൂറേഷനും കൂടെ മാർക്ക് ചെയ്ത് വെച്ചപ്പോൾ ഇത്ര എന്താണ് ഇപ്പൊ 2 months ആയിട്ട് ഈ ഒരു സിംറ്റം ഉണ്ട് എന്നുള്ളത് ആ ഒരു ഡ്യൂറേഷനും കൂടെ അതിന്റെ അടുത്ത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ അതേപോലെ തന്നെ ഈ ചീഫ് കംപ്ലൈൻസ് ചോദിക്കുമ്പോൾ ക്ലയൻസ് അല്ലെങ്കിൽ ഇൻഫോർമൻസ് ആണെങ്കിലും അവർ കുറേ കാര്യങ്ങൾ പറയും. അതായത് ചിലപ്പം അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാലിയന്റ് ആയിട്ടുള്ള കംപ്ലൈൻസ് ഉണ്ടാവും, അൺഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും ഉണ്ടാവും. ഈ പറഞ്ഞ പോലെ നമ്മൾ തുടക്കത്തിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൽ ഏത് ഇമ്പോർട്ടന്റ്, ഇത് ഏതിൽ അൺഇമ്പോർട്ടന്റ് എന്നുള്ളതൊക്കെ നമുക്ക് ചിലപ്പോൾ എന്താണ് മനസ്സിലാക്കാൻ കുറച്ച്
പ്രയാസം ഉണ്ടാവും. പക്ഷെ എന്താണ് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വരുന്നതിനനുസരിച്ച് നമുക്ക് തന്നെ ഐഡിയ കിട്ടും ഇതിലിപ്പോ ഏതൊക്കെയാണ്. നമുക്ക് എന്താണ് എല്ലാം നോട്ട് ചെയ്ത് വെക്കാം. എന്നാലും നമ്മൾ എപ്പോഴും ആ ഒരു ഷീറ്റിലേക്ക് എഴുതുന്ന സമയത്ത് നമുക്ക് ഏറ്റവും നല്ല എന്താണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കംപ്ലൈൻസ് കാര്യങ്ങൾ മിസ് ചെയ്യാതെ ക്രോണോളജിക്കൽ ഓർഡറിൽ തന്നെ പേഷ്യന്റിന്റെ അല്ലെങ്കിൽ ക്ലയന്റിന്റെ ഓൺ ലാംഗ്വേജിൽ എഴുതി വെക്കുക എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങൾ ഏകദേശം ക്ലിയർ ആണോ? നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ? പിന്നെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ? ഓക്കെ അല്ലേ? ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ ഫൈൻ. അപ്പം അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ചീഫ് കംപ്ലൈൻസ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്താണ് ഹിസ്റ്ററി ഓഫ് പ്രസന്റ് ഇൽനെസ് അല്ലെങ്കിൽ നമ്മൾ ഷോർട്ടായിട്ട് പറയുന്ന HOPA എന്ന് പറയുന്ന സംഗതി. ഈ HOPA സത്യം പറഞ്ഞാൽ നമ്മൾ ശരിക്കും ഒരു സ്റ്റോറി എഴുതുന്ന പോലെയാണ്. ചീഫ് കംപ്ലൈൻസ് നമ്മൾ മെയിൻ കംപ്ലൈൻസ് ഒക്കെ എഴുതി അതിന്റെ ഡ്യൂറേഷൻ ഒക്കെ എഴുതി. ഈ ഹിസ്റ്ററി ഓഫ് പ്രസന്റ് ഇൽനെസ്സിൽ സത്യം പറഞ്ഞാല് ഈ നമ്മൾ ചീഫ് കംപ്ലൈൻസിൽ എഴുതിയ ഓരോ സിംറ്റംസിനെയും നമ്മൾ എന്താണ് എലാബറേറ്റ് ചെയ്ത് എഴുതുകയാണ്. അപ്പൊ ആ എലാബറേറ്റ് ചെയ്ത് എഴുതുന്ന സമയത്ത് ഓരോ സിംറ്റമും എടുത്തിട്ട് അത് എപ്പോൾ സ്റ്റാർട്ട് ചെയ്തു, ഏത് കോണ്ടെക്സ്റ്റിലാണ്, ഏത് ഇപ്പം ഇന്ന എന്താണ് ഇങ്ങനെ ഒരു ഈ ആൾക്ക് ഭയങ്കര സാഡ്നെസ് കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ സ്റ്റാർട്ട് എന്താണ് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, അത് ബ്രേക്ക് ആയ സമയത്താണ്. അപ്പൊ അതൊരു കോണ്ടെക്സ്റ്റ് ആണ്. അപ്പൊ എപ്പോഴാണ് അത് സ്റ്റാർട്ട് ചെയ്തത്, എത്ര ഫ്രീക്വന്റ് ആയിട്ട് അതുണ്ട്, അതേപോലെ തന്നെ അതിന്റെ ഒരു ഔട്ട്കം എന്താണ്, അത് കാരണം എന്തൊക്കെ രീതിയിൽ അത് അയാളെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക ഓരോ സിംറ്റമും എടുത്തിട്ട് ഫസ്റ്റ് സിംറ്റം ആ രീതിയിൽ നമ്മൾ ഒരു സ്റ്റോറി എഴുതുന്ന പോലെ എന്ത് ചെയ്യുക നമ്മളത് എഴുതി വെക്കുക എന്നുള്ളതാണ്. പിന്നെ അവിടെ എന്താണ് ഈ പറഞ്ഞ പോലെ നമ്മൾ കേസ് ഹിസ്റ്ററിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു എളുപ്പം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഈ പറഞ്ഞ പോലെ വലിയ രീതിയിലുള്ള ടെക്നിക്കൽ ടേംസ് ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊക്കെ നമ്മൾ എന്താണ് ആ ഒരു സ്റ്റോറി എഴുതുന്ന രീതിയാണ്. പക്ഷെ MS-ന്റെ കേസിലേക്കൊക്കെ വരുമ്പോൾ നമ്മൾ എന്താണ് കറക്റ്റ് ഓരോന്നിനും നമ്മൾ ടെക്നിക്കൽ വേർഡ്സ് തന്നെയാണ് എന്ത് ചെയ്യുക യൂസ് ചെയ്യുക. അപ്പൊ അതുകൊണ്ട് അത് നമുക്ക് കുറച്ചും കൂടെ കേസ് ഹിസ്റ്ററി എളുപ്പമാണ് ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഈ കേസ് ഹിസ്റ്ററി ഈ HOPA എഴുതുന്ന സമയത്ത് നമ്മൾ നോട്ട് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ ഇതാണ് ഒരു സംഗതിയാണ് ഫാക്ടേഴ്സ് ഇൻ ഇൽനെസ് എന്നുള്ളത്. അതായത് ഇപ്പോൾ നേരത്തെ ഞാൻ എന്തിനാണ് കേസ് ഹിസ്റ്ററി എടുക്കുന്നത് ചോദിച്ചപ്പം ഒരാൾ പറഞ്ഞു എന്താണ് നമുക്ക് അതിന്റെ കോസ് കാര്യങ്ങളൊക്കെ എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത് എന്നെല്ലാം അറിയാൻ വേണ്ടിയിട്ടാണെന്ന് ഒരാൾ പറഞ്ഞു. അപ്പം ഈ പറഞ്ഞ പോലെ പിന്നെ നമ്മൾ ആ ഒരു കോസിലേക്കാണ് ആ ഒരു ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് അയാളെ ഇത് കോസ് ചെയ്ത ഫാക്ടർ എന്തൊക്കെയാണ്, ഇപ്പോഴും ഇതിങ്ങനെ മാറാണ്ട് നിൽക്കുന്നതിന്റെ ആ ഒരു റീസൺ എന്താണ്, ഇങ്ങനത്തെ അതിന് തന്നെ പല രീതിയിലുള്ള റീസൺസ് ഉണ്ടാവും. അത് ചിലപ്പം ജനറ്റിക് ആയിട്ടുള്ള റീസൺസ് ബയോളജിക്കൽ ആയിട്ടുള്ള ഉണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ട്രോമാറ്റിക് ആയിട്ടുള്ള ഇവന്റ് കാര്യങ്ങൾ, അല്ലെങ്കിൽ അയാളുടെ പേഴ്സണാലിറ്റിന്റെ ഭാഗമായിട്ടുള്ള സംഗതികൾ ഒക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ നമ്മൾ സൈക്കോളജിക്കൽ ഫാക്ടർ ആയിട്ട് പറയും. അതല്ലെങ്കിൽ സോഷ്യൽ ആയിട്ടുള്ള അയാളുടെ ഫാമിലി റിലേഷൻഷിപ്സിലുള്ള അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ റിലേഷൻസിലുള്ള പ്രശ്നം, അങ്ങനെയുള്ള സോഷ്യൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്ത് ചെയ്യാം ഉണ്ടാവാം. അപ്പം ഈ ഫാക്ടേഴ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം ഐഡന്റിഫൈ ചെയ്യണം. അതിൽ തന്നെ നമ്മൾ 4 P's എന്ന് പറയും. അതായത് പ്രീഡിസ്പോസിങ് ഫാക്ടർ, പ്രസിപ്പിറ്റേറ്റിംഗ് ഫാക്ടർ, പെർപച്വേറ്റിംഗ് ഫാക്ടർ ആൻഡ് പ്രൊട്ടക്റ്റിംഗ് ഫാക്ടർ. ഈ 4 ഫാക്ടേഴ്സും അതും ഏതിലാണ് വരുന്നത്, ഈ പ്രീഡിസ്പോസിംഗ് ഫാക്ടർ തന്നെ അത് ബയോളജിക്കൽ ആണോ സൈക്കോളജിക്കൽ ആണോ സോഷ്യൽ ആണോ എന്നുള്ളത്. അതേപോലെ പ്രസിപ്പിറ്റേറ്റിംഗ് ഫാക്ടർ തന്നെ അതും ബയോളജിക്കൽ ആണോ സൈക്കോളജിക്കൽ ആണോ സോഷ്യൽ ആണോ എന്നുള്ള. അങ്ങനെ ഈ 4 ഫാക്ടേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് എന്തുകൊണ്ടാണ് അത് ഇമ്പോർട്ടന്റ് ആവുന്നത് എന്നുള്ളത് ഞാൻ എന്താണ് ഈ വെബിനാറിന്റെ ലാസ്റ്റ് നമ്മൾ കേസ് കോൺസെപ്റ്റലൈസേഷൻ പറയുന്നുണ്ടല്ലോ, അപ്പൊ പറയും. ഈ ഫാക്ടേഴ്സ് എന്താന്നുള്ളത് ജസ്റ്റ് ഇപ്പൊ മെൻഷൻ ചെയ്യാം. ഒന്നാണ് പ്രീഡിസ്പോസ് ഫാക്ടർ. പ്രീഡിസ്പോസിംഗ് ഫാക്ടർ എന്ന് പറയുമ്പോൾ ഒരാൾക്ക് ഒരു ഇൽനെസ് വരാനുള്ള ഒരു വൾണറബിലിറ്റി, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഒരു ചാൻസ് എന്ന് പറയില്ലേ. ആ ചാൻസ് ഉള്ള ആ ഒരു ഫാക്ടറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് പ്രീഡിസ്പോസിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരാളുടെ ജെനറ്റിക്സ് അല്ലെ ഫാമിലി റിലേഷനിൽ എന്താണ് ഇതേപോലൊരു ഇൽനെസ് കാര്യങ്ങൾ ഇങ്ങനെ റൺ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അയാൾക്ക് എന്താണ് ഒരു ജെനറ്റിക് വൾണറബിലിറ്റി ഉണ്ട്. അപ്പൊ അതൊരു പ്രീഡിസ്പോസിംഗ് ഫാക്ടർ. അപ്പൊ ജെനറ്റിക് വൾണറബിലിറ്റി എന്ന് പറയുമ്പോൾ സ്വാഭാവികം ഇത് ബയോളജിക്കൽ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അപ്പൊ അങ്ങനെ ഒരു ജെനറ്റിക് വൾണറബിലിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു പ്രീഡിസ്പോസിംഗ് ഫാക്ടറായി. പക്ഷേ ഈ ജെനറ്റിക് വൾണറബിലിറ്റി ഉണ്ട് എന്നുള്ളതുകൊണ്ട് മാത്രം എന്ത് ചെയ്യണമെന്നില്ല ഒരാൾക്ക് അസുഖം വരണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പക്ഷേ അയാൾക്ക് എന്താണ് ഒരു പ്രസിപ്പിറ്റേറ്റിംഗ് ഫാക്ടർ കൂടെ ഉണ്ടായി. അതിനെ ട്രിഗർ ചെയ്യുന്ന എന്തെങ്കിലും ഇപ്പൊ ലൈഫിൽ ഒരു എന്തെങ്കിലും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പിന്നെ പീരീഡിൽ ഭയങ്കരമായിട്ടൊരു സ്ട്രെസ് വന്നു, അല്ലെങ്കിൽ ട്രോമാറ്റിക് ആയിട്ടുള്ള ഒരു ഇവന്റോ കാര്യങ്ങളോ ഉണ്ടായി. അങ്ങനത്തെ സമയത്ത് അതെന്താണ് അതൊരു പ്രസിപ്പിറ്റേറ്റിംഗ് ഫാക്ടറാണ്. അതായത് ആ ഇൽനെസ് വരാന് ഉണ്ടായ ട്രിഗറിങ് ഇവന്റ് എന്താണെന്നുള്ളത്. പ്രീഡിസ്പോസിംഗിൽ നമ്മൾ പറഞ്ഞു വൾണറബിലിറ്റി ആണ്. പ്രസിപ്പിറ്റേറ്റിംഗിൽ വരുമ്പോൾ അതെന്താണ് ആ ഒരു ട്രിഗറിങ് ഇവന്റ് എന്താണ് ഫാക്ടർ എന്താണെന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്.
പിന്നെ വരുന്നത് എന്താണ്, പെർപച്വേറ്റിംഗ് ഫാക്ടർ. അതായത് ഓക്കെ, അയാൾക്ക് ഇങ്ങനെ ഒരു വൾണറബിലിറ്റി കാരണം, ഈ ട്രിഗറിങ് ഇവന്റ് കാരണം ഇങ്ങനെ ഒരു സംഗതി വന്നു. ആ വന്നു കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴും അയാളുടെ അസുഖം റിക്കവർ ആവാതെ ആ ഒരു കണ്ടീഷൻ, ഈ ഒരു അവസ്ഥ വീണ്ടും ഇങ്ങനെ ഇതേ രീതിയിൽ നിലനിന്ന് പോവാൻ എന്തെങ്കിലുമൊക്കെ റീസൺ ഉണ്ടാവും, അല്ലെങ്കിൽ അതിനെ വേഴ്സൺ ആക്കുന്ന ഫാക്ടേഴ്സ് കാര്യങ്ങളുണ്ടാവും. ചിലപ്പോൾ അടിക്കടി അയാൾക്ക് ഫുള്ള് സ്ട്രെസ്, ഇപ്പോൾ ഈ ഒരു ഇവന്റ് വന്നതിന് ശേഷം പിന്നെ ഫുള്ള് സ്ട്രെസ് കാര്യങ്ങളാണ്. അതല്ലെങ്കിൽ അയാൾ നല്ലൊരു സപ്പോർട്ട് സിസ്റ്റം കാര്യങ്ങളൊന്നും അയക്കില്ല, അതല്ലെങ്കിൽ കറക്റ്റ് ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ എടുക്കാനുള്ള ഒരു ഫിനാൻഷ്യൽ കണ്ടീഷൻ ഇല്ല. അങ്ങനത്തെ ഇതൊക്കെ എന്താണ്, ഒരു പെർപച്വേറ്റിംഗ് ഫാക്ടർ ആണ്, ആ ഒരു കണ്ടീഷനെ വേഴ്സൺ ആക്കുന്ന കാര്യങ്ങളാണ്. ഫോർത്ത് വൺ ആണെങ്കിൽ എന്താണ്, പ്രൊട്ടക്റ്റിംഗ് ഫാക്ടർ. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്. അതായത് ഈ ഓക്കെ, അയാൾക്ക് ഇങ്ങനത്തെ കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ബട്ട് സ്റ്റിൽ അയാളെ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും. അതാണ് അയാളുടെ പ്രൊട്ടക്റ്റീവ് ഫാക്ടർ. അത് മേ ബി എന്താണ്, ഈ പറഞ്ഞ പോലെ എല്ലാവരും അയാൾക്ക് എതിരാണെങ്കിൽ അയാളെ സപ്പോർട്ട് ചെയ്യുന്ന മനസ്സിലാക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് പേഴ്സൺ ചിലപ്പോൾ അയാൾക്ക് ഉണ്ടാവാം. അതല്ലെങ്കിൽ അയാൾക്ക് എന്താണ്, നല്ലൊരു കോപ്പിംഗ്, പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കോപ്പിംഗ് സ്റ്റൈല് കാര്യങ്ങളാണ് അയാളുടെ ഉള്ളതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അയാൾക്ക് മാത്രമുള്ള കുറച്ച് സ്കിൽസ്, സ്ട്രെങ്ത് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് ഏത് രീതിയിലുള്ള കാര്യങ്ങളും ആവാം. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് എന്താണ്, നമുക്ക് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ്, അത് നമ്മൾ മനസ്സിലാക്കുന്നതിന്റെ ഒരു ഇമ്പോർട്ടൻസ് വെച്ചാൽ അതിൽ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് കഴിയും. കാരണം നമുക്ക് വേറെ എന്തൊക്കെ കാര്യങ്ങൾ, ഇപ്പൊ ഫസ്റ്റ് പറഞ്ഞ കാര്യങ്ങളൊന്നും നമുക്ക് ഒരിക്കലും മാറ്റാൻ കഴിയാത്ത സാധനങ്ങളാണ്. പക്ഷെ പ്രൊട്ടക്റ്റീവ് ഫാക്ടർ ഒരു തെറാപ്പിസ്റ്റിന് കറക്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ വർക്ക് ചെയ്തിട്ട് അയാളുടെ ലൈഫിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ, ഈ നമ്മൾ വെറുതെ എഴുതി വെക്കുന്നതിന് പകരം കറക്റ്റ് എന്തിനാണ് നമ്മൾ ഇത് എടുക്കുന്നത് എന്നുള്ളൊരു കാര്യം നമുക്ക് എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ. പിന്നെ അതിൽ നമ്മൾ നോട്ട് ചെയ്യുന്നതാണ് നേരത്തെ പറഞ്ഞ മോഡ് ഓഫ് ഓൺസെറ്റ്. മോഡ് ഓഫ് ഓൺസെറ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴാണ് ഈ ഒരു സിംറ്റം, ഇപ്പോൾ ഒരു ഫസ്റ്റ് സിംറ്റം ആണ്, ഈ സിംറ്റം ഉണ്ടായി നമ്മളെടുത്ത് ഡയഗ്നോസിസിന് വരുന്നവരെ, അതല്ലെങ്കിൽ വേറൊരു ട്രീറ്റ്മെന്റ് ഒരു എടുക്കുന്നതിന് വരെയുള്ള ആ ഒരു പീരീഡ് ഉണ്ടല്ലോ, ആ പീരീഡിനെയാണ് നമ്മൾ മോഡ് ഓഫ് ഓൺസെറ്റ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിപ്പോ ഒരു 2 days ആയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ അബ്രപ്റ്റ് എന്ന് എഴുതും, മോഡ് ഓഫ് ഓൺസെറ്റ് എന്ന് എഴുതിയിട്ട് അതിന്റെ അപ്പുറത്ത് അബ്രപ്റ്റ് എന്ന് എഴുതും. ഇനി ഒരു 2 weeks ആയി എന്നുണ്ടെങ്കിൽ അക്യൂട്ട് എഴുതും. ഇനി ഒരു 2 weeks മുതൽ 1 month വരെയുള്ള ഒരു ഡ്യൂറേഷൻ ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ സബ് അക്യൂട്ട്. ഇനി ചില ആളുകൾ പറയും എന്താണ് കുറെ മീൻസ് അങ്ങനെ കറക്റ്റ് പറയാനൊന്നും ആവില്ല, കാരണം കുറച്ച് മാസങ്ങളായിട്ട് അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങളായിട്ട് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ നമുക്ക് അവിടെ എന്താണ് NCD എന്നുള്ളത് എഴുതാം, നമുക്കൊരു ഓക്കെ. ഇനി അതേപോലെ തന്നെ അതിന്റെ കോഴ്സ് ഓഫ് ഇൽനെസ് പറയുമ്പോൾ ഈ സിംറ്റംസ് കാണിക്കുന്നത്, ഇപ്പം ചില ആളുകൾക്ക് എന്താണ്, ആ ഒരു സിംറ്റം സ്റ്റാർട്ട് ചെയ്തത് മുതൽ അതിന്റെ ഇടയിൽ ഒരു ബ്രേക്കും ഉണ്ടാവില്ല, ഫുൾ ടൈം എന്താണ് ഈ സിംറ്റം നമ്മളടുത്ത് വരുന്നവരെ ഫുൾ എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് ആളെ ലൈഫിൽ ആ ഒരു സിംറ്റം അങ്ങനെ നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ കണ്ടിന്യൂസ് എന്ന് എഴുതും. ഇനി അതല്ല, ഇപ്പോ മാനിയ പോലത്തെ എപ്പിസോഡ്സ് ഒക്കെ ആണെങ്കിൽ അവിടെ എന്താണ് ചിലപ്പം ഒരു 2 week ഒക്കെ ഈ മാനിക് എപ്പിസോഡ് കാര്യങ്ങളൊക്കെ കാണിച്ചു, പിന്നെ ഒരാഴ്ച ആൾക്ക് ഒരു കുഴപ്പമില്ല, ആള് കംപ്ലീറ്റ്ലി നോർമൽ ആയിട്ട് ബിഹേവ് ചെയ്യുന്നു. പിന്നെ തൊട്ടടുത്ത വീക്ക് ചെയ്തപ്പം വീണ്ടും എന്ത് ചെയ്തു, ഈ മാനിക് സിംറ്റംസ് വന്നു. അപ്പൊ അതെന്താണ്, അവിടെ എപ്പിസോഡിക് ആയിട്ടാണ് നടക്കുന്നത്, കണ്ടിന്യൂസ് അല്ല, എപ്പിസോഡിക് ആണ്. അപ്പൊ നമുക്ക് എപ്പിസോഡിക് എന്നുള്ളത് എഴുതാം. പിന്നെ അതേപോലെ ഫ്ലക്ച്വേറ്റിംഗ്, ചിലതിൽ എന്താണ് നമുക്ക് കറക്റ്റ് എപ്പിസോഡിക്കാന്നും പറയാൻ പറ്റൂല, എന്നാൽ കണ്ടിന്യൂസ് അല്ല, ഇടയ്ക്ക് കുറയുന്നുണ്ട്, എന്നാൽ എന്താണ് ഇടയ്ക്ക് സിംറ്റംസ് വരുന്നത്. പക്ഷെ ഇതിന്റെ കറക്റ്റ് ഒരു നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ മാത്രമുള്ള ഒരു സംഗതി കിട്ടുന്നില്ല. അങ്ങനെ എന്താണ് ഫ്ലക്ച്വേറ്റ് ചെയ്തിരിക്കുന്നതിനാണ്, സിംറ്റംസ് ഫ്ലക്ച്വേറ്റ് ചെയ്തിരിക്കുന്നതിന് നമ്മൾ ഫ്ലക്ച്വേറ്റിംഗ് എന്ന് എഴുതും. പിന്നെ അതേപോലെ തന്നെ പ്രോഗ്രസ് ഓഫ് ഇൽനെസ്, അതായത് ഇപ്പോൾ ട്രീറ്റ്മെന്റ് എടുത്തത് കാരണോ അല്ലെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ പ്രൊട്ടക്റ്റീവ് ഫാക്ടേഴ്സ് കാരണോ എന്താണ് നമ്മുടെ അസുഖത്തിന്റെ കണ്ടീഷൻ എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളൊരു കാര്യം. അത് ഇംപ്രൂവിംഗ് എന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെന്റിനൊക്കെ അനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഒരു ഫാക്ടേഴ്സ് ഒക്കെ കാരണം കുറച്ച് എന്തുണ്ട്, ആളുടെ സിംറ്റംസ് കാര്യങ്ങളൊക്കെ ഒന്ന് ഇംപ്രൂവ് ആവുന്നുണ്ട്. ഇംപ്രൂവ് ആവാന്ന് പറഞ്ഞാൽ ഒന്ന് കുറയുന്നുണ്ട് എന്നുള്ളൊരു സംഗതി. പിന്നെ ഡിറ്റീരിയോറേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, കുറയല്ല, കൂടുതൽ വേഴ്സൺ ആവുകയാണ് ചെയ്യുന്നത്. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്റ്റാർട്ടിങ് മുതൽ അതൊരു സിംറ്റം ഉണ്ടായത് മുതൽ ഇതുവരെ അതേ രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത് എന്നുള്ള കാര്യം. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ അവരോട് അങ്ങോട്ടേക്ക് ചോദിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എൻക്വയർ ദ എസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത് നമ്മൾ എന്താണ് അഡ്മിഷനോ കാര്യങ്ങളോ എന്തോ ആവശ്യമുണ്ടോ എന്നുള്ളതൊക്കെ അറിയാനും കൂടെ വേണ്ടിയിട്ടാണ്. അതായത് ഈ ഒരു പേഴ്സണ് ഇപ്പോൾ സൂയിസൈഡൽ ടെൻഡൻസി കാര്യം, സെൽഫ് ഹാം കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതൊക്കെ. ഇപ്പൊ ചില ആളുകൾ പറയാറുണ്ട് അങ്ങനെ സൂയിസൈഡ് ചെയ്യാൻ തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആളുകൾ പിന്നെ എന്ത് ചെയ്യും, പിന്നെ ഒരു സൂയിസൈഡ് ചെയ്തു പോകും. അപ്പൊ അങ്ങനെ ചോദിക്കാൻ പാടില്ല ഡയറക്റ്റ്, അങ്ങനെയൊക്കെ ഒരു മിത്തായിട്ട് പറയാറുണ്ട്. പക്ഷെ ആക്ച്വലി എന്താണ്, അങ്ങനെയൊന്നുമില്ല. അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ എൻക്വയർ ചെയ്യുന്നതിന് കുഴപ്പമില്ല.
പിന്നെ ഇപ്പൊ അപ്പം റിസ്ക് ഓഫ് സെൽഫ് ഹാം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ എന്താണ് ഇനിയിപ്പം അയാൾ സെൽഫ് ഹാം ഒന്നും ചെയ്യില്ല, പക്ഷെ ബാക്കിയുള്ളവർക്ക് കുറവുണ്ടാക്കുന്നുണ്ട്. ചില സ്കിസോഫ്രീനിയ കേസുകളിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ എന്താണ് എല്ലാവരുമായിട്ട് പോയിട്ട് അടി ഉണ്ടാക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ആ സമയത്ത് ചിലപ്പോൾ എന്ത് ചെയ്യും, അവർ നമുക്ക് അങ്ങനെ വിട്ട് കളയാനായിട്ട് പറ്റും. ചിലപ്പോൾ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പൊ എന്താണ് അഡ്മിറ്റ് പറഞ്ഞാൽ നമുക്ക് അഡ്മിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ നമ്മൾ അതിന് വേണ്ട ആൾക്ക് റെഫർ ചെയ്യാന്നുള്ളതായിട്ട് ഉദ്ദേശിക്കണേ. പിന്നെ നമ്മൾ ഹോസ്പിറ്റൽസിലൊക്കെ ആകുമ്പോൾ അതിനനുസരിച്ചുള്ള ഫെസിലിറ്റീസ് ഉണ്ടാവും. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ അയാൾക്ക് എന്താണ് അയാളെ സ്വന്തം കാര്യങ്ങൾ നോക്കാൻ കഴിയാത്തൊരു വല്ലാത്തൊരു അവസ്ഥയിലാണ് എന്നുണ്ടെങ്കിലും നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്ങോട്ടേക്ക് നമ്മളൊന്ന് ചോദിച്ച് ഉറപ്പാക്കണം എന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ ഫംഗ്ഷനിങ് ഒക്കെ എങ്ങനെയാണ്, ഇപ്പൊ ഈ സിംറ്റംസിന്റെ കാര്യങ്ങളാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. ഇത് കാരണം അയാളുടെ ഫംഗ്ഷനിങ്, അതായത് ബയോളജിക്കൽ ആയിട്ടുള്ള സ്ലീപ്പ്, അതേപോലെ തന്നെ ഫുഡ് ഇൻടേക്ക്, പിന്നെ അതേപോലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പോകുന്നത്. ഇപ്പൊ ചില ആളുകൾക്ക് എന്താണ് ചില കണ്ടീഷൻസ് കാരണം സ്ലീപ്പ് കുറയും. ഇപ്പൊ സ്ലീപ്പ് തന്നെയാണെങ്കിൽ ഇപ്പൊ കിടന്ന പാടെ ഉറക്കം വരാത്ത പ്രശ്നമാണോ, അല്ലെങ്കിൽ ഉറക്കത്തിന്റെ ഇടയ്ക്ക് വന്നു പോകുന്നതാണ്, അങ്ങനെ നമ്മൾ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. പിന്നെ അതേപോലെ തന്നെ റോൾ ഓഫ് ഫങ്ഷനിങ് എന്ന് പറയുന്ന കാര്യം, പിന്നെ അതായത് ഇപ്പൊ ഈ പറഞ്ഞ ആളുകളൊക്കെ എന്താണ് അവർ ഓരോ റോളുകളിലുള്ളവരേക്കും, ചിലപ്പോൾ മദർ ആയിരിക്കാം, ഫാദർ ആയിരിക്കാം, അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ അവിടെ ഒരു എംപ്ലോയി എന്നുള്ള റോൾ ഉണ്ടാവും. അപ്പൊ ഈ റോളുകളൊക്കെ അവരെങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്, ഈ ഒരു സിംറ്റം വന്നതിന് ശേഷം ഈ ഫംഗ്ഷനിങ്ങിനൊക്കെ എങ്ങനെയൊക്കെ അത് ബാധിച്ചിട്ടുണ്ട്, അതേപോലെ അവരുടെ ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത്. അതായത് ഒരു രാവിലെ എണീറ്റത് മുതൽ രാത്രി വരെയുള്ള ഒരു ടിപ്പിക്കൽ ഡേ ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞാൽ മതി. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും ഇപ്പൊ ഈ ബാത്ത്, ഹൈജീന് കാര്യങ്ങൾ ഇങ്ങനത്തതൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ജസ്റ്റ് ചോദിച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് മനസ്സിലാക്കാനായിട്ട് പറ്റും. പിന്നെ അതിൽ വരുന്നതാണ് നെഗറ്റീവ് ഹിസ്റ്ററി എന്നുള്ളത്. അതായത് എന്തൊക്കെ ഉണ്ട് എന്നുള്ള നമ്മൾ എൻക്വയറി ചെയ്യുന്നതിനോടൊപ്പം തന്നെ എന്തൊക്കെ ഇല്ല എന്നുള്ളതും കൂടെ ഉറപ്പാക്കണം. അതെന്താണ് വേറൊരു ഡയഗ്നോസിസ് കാര്യങ്ങൾ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. കറക്റ്റ് ഇപ്പം എന്താണ് ഇപ്പം ഇന്നപ്പോ സബ്സ്റ്റൻസ് യൂസ്, അതല്ലെങ്കിൽ ഒരു ഓഡിറ്ററി ഹാലസിനേഷൻ, അല്ലെങ്കിൽ ഇന്നൊരു സിംറ്റം എന്താ ആൾക്ക് ഇല്ല എന്നുള്ളതും കൂടെ ഒരു നെഗറ്റീവ് ഹിസ്റ്ററിയിൽ നമ്മൾ എന്ത് ചെയ്യുക, ഉറപ്പാക്കേണ്ടതുണ്ട്. ഓക്കെ. ഇനി നെക്സ്റ്റ് വൺ വരുന്നതാണ് പാസ്റ്റ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. പാസ്റ്റ് ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ നോക്കേണ്ടത് മെഡിക്കൽ ഹിസ്റ്ററിയും സൈക്കാട്രിക് ഹിസ്റ്ററിയാണ് മെയിൻ ആയിട്ട്. അതിൽ മെഡിക്കൽ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ഇതേപോലെ ആൾക്ക് എന്താണ് സീരിയസ് ആയിട്ട് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ആൾ മെഡിക്കേഷൻ എടുക്കുന്ന എന്തെങ്കിലും കണ്ടീഷൻസ് കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതേപോലെ എന്തെങ്കിലും മെഡിസിനോടുള്ള അലർജി കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ ഉണ്ടാവില്ലേ. പിന്നെ അയാൾ അതിന് ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ടോ, എത്ര കാലമായി ട്രീറ്റ്മെന്റ് എടുക്കാൻ തുടങ്ങിയിട്ട്, സ്റ്റാർട്ട് ചെയ്തത് മുതൽ ഇതുവരെയുള്ള കണ്ടീഷൻ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, മെഡിക്കൽ ഹിസ്റ്ററീസ് എടുക്കുക. അതുപോലെ പാസ്റ്റ് സൈക്കാട്രിക് ഹിസ്റ്ററി. ഈ പാസ്റ്റ് സൈക്കാട്രിക് ഹിസ്റ്ററി എന്ന് പറയുമ്പോഴും ഈ പറഞ്ഞ പോലെ എന്താണ് ഇപ്പൊ ഒരാൾക്ക് കുറേ കാലങ്ങൾക്ക് മുമ്പ് ഒരു 2-3 കൊല്ലം മുമ്പ് ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ചിലപ്പോൾ ഈ ഇപ്പോഴുള്ള സെയിം ഇഷ്യൂ പോലെ തന്നെ ഒരു 2-3 കൊല്ലം മുമ്പ് അയാൾക്ക് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. പിന്നെ ഒരു 2-3 മന്ത് അല്ലെങ്കിൽ പിന്നെ ഒരു എന്താണ് കുറച്ച് കാലത്തിന് എന്തില്ല ഈ സിംറ്റംസ് ഒന്നുമില്ല. പക്ഷെ ഇപ്പൊ എന്താണ് വീണ്ടും അത് തുടങ്ങി. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമ്മൾ എന്താണ് അതിനെ പാസ്റ്റ് സൈക്കാട്രിക് ഹിസ്റ്ററിയിലാണ് എഴുതുക, HOPIയിൽ എഴുതൂല. HOPIയിൽ നമ്മൾ എന്താണ് റീസെന്റ് ആയിട്ടുള്ള സംഗതികളാണ് എഴുതുക. അതായത് ബ്രേക്ക് വന്നോ ഇല്ലേ എന്നുള്ളതാണ് നോക്കുന്നത്. 2 മാസത്തെ ഒരു സിംറ്റം ഉണ്ടായി 2 മാസത്തിന് കൂടുതൽ ഒരു ബ്രേക്ക് വന്നു, അവിടെ ഒന്നുമില്ല, ഭയങ്കര നോർമലായി, വീണ്ടും സ്റ്റാർട്ട് ചെയ്താൽ നമ്മളൊരു പുതിയ എപ്പിസോഡായിട്ടാണ് കണക്കാക്കുക. അപ്പൊ ആ പുതിയ എപ്പിസോഡ് നമ്മൾ എവിടെ എഴുതണം, HOPIയിൽ എഴുതണം, ഹിസ്റ്ററി ഓഫ് പ്രസന്റ് ഇൽനെസ്സിൽ എഴുതണം. എന്നാൽ കുറെ മുമ്പുള്ള കാര്യങ്ങളാവുമ്പോൾ നമ്മൾ അത് എന്ത് ചെയ്യുക, പാസ്റ്റ് സൈക്കാട്രിക് ഹിസ്റ്ററിയിലാണ് എഴുതേണ്ടത്. അവിടെ ഈ പറഞ്ഞ പോലെ എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണ് എടുത്തത്, അതിന്റെ പിന്നെ നേച്ചർ കാര്യങ്ങൾ ഹെൽപ്ഫുൾ ആയത്, പിന്നെ എന്തുകൊണ്ടാണ് അന്ന് പിന്നെ ട്രീറ്റ്മെന്റ് ഡിസ്കണ്ടിന്യൂ ചെയ്യാനുള്ള റീസൺ എന്താണ്, പിന്നെ ആ സമയത്ത് ട്രീറ്റ്മെന്റിനുള്ള പ്രതികരണ കാര്യങ്ങൾ, അങ്ങനത്തെ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, എൻക്വയറി ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ 5th വൺ ആണ് ഫാമിലി ഹിസ്റ്ററി. ഫാമിലി ഹിസ്റ്ററിയിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇവിടെ നിന്നാണ് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ജനറ്റിക് വൾണറബിലിറ്റി കാര്യങ്ങളിൽ തന്നെ ആണെങ്കിലും ഇപ്പൊ മുമ്പ് എന്താണ് ഫാമിലിയിൽ ആർക്കെങ്കിലും ഇങ്ങനത്തെ പ്രോബ്ലംസോ കാര്യങ്ങളോ അല്ലെങ്കിൽ സൈക്കാട്രിക്കോ അല്ലെങ്കിൽ മെഡിക്കൽ ആയിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ടോ എന്നൊക്കെ ഉള്ളത് നമുക്ക് ഈ ഒരു ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും ഫാമിലി ഹിസ്റ്ററിയിൽ നിന്ന്. അതേപോലെ തന്നെ അയാളുടെ സപ്പോർട്ടീവ് ഫാക്ടറും ഇങ്ങനെ ഈ ഫാക്ടേഴ്സ് ഒക്കെ നമുക്ക് എന്താണ് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഫാമിലി ഹിസ്റ്ററിയിലാണെങ്കിൽ നമ്മൾ നോർമലി നമ്മൾ എന്താണ് 3 ജനറേഷൻ ജീനോഗ്രാം ആണ് എടുക്കുക. 3 ജനറേഷൻ ജീനോഗ്രാം എന്ന് പറയുമ്പോൾ ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. ഇതിലിപ്പം 18 ഇയേഴ്സ്, ഇപ്പം ഇതിന്റെ ഓരോന്നിന്റെ സിമ്പിൾസ് കാര്യങ്ങളിലൊക്കെ ഒരു മീനിങ് ഉണ്ട്. അതിപ്പോൾ അത് മാത്രം നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ ടൈം വേണ്ടി വരും. പിന്നെ നിങ്ങൾ ഓൾറെഡി ഇതൊക്കെ പഠിക്കുന്നവരായതുകൊണ്ട് അങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യണമെന്ന് തോന്നുന്നില്ല, എല്ലാവർക്കും അറിയുണ്ടാവും ബേസിക് ആയിട്ട്. അപ്പൊ എന്താണ് ഇവിടെ നമ്മളെ ക്ലൈന്റ് എന്ന് പറയുന്നത് എന്താണ് 18 ഇയേഴ്സ് ഓൾഡ് ആയിട്ടുള്ള ഒരു ഫീമെയിൽ ആണ്. 24 ഇയർ ഓൾഡ് ആയിട്ടുള്ള ഒരു ബ്രദർ ഉണ്ട്. പിന്നെന്താണ് അവരുടെ ഫാദർ, മദറിന്റെ പാരന്റ്സ്,
പിന്നെ അതേപോലെ തന്നെ ഫാദറിന്റെ സിബ്ലിങ്സ്, പാരന്റ്സ് എന്നുള്ളത് ആ രീതിയിൽ നമ്മളൊരു 3 ജനറേഷൻ ജീനോഗ്രാം ആണ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ പോലെ ഓക്കെ, ഇവിടെ കണ്ടോ, അതിൽ ഗ്രാൻഡ് പാ എന്ന് പറഞ്ഞിട്ട് അവിടെ നമ്മൾ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആൾക്ക് എന്തുണ്ട്, ഡിപ്രഷൻ എന്നുള്ള ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. അതേപോലെ ഇവിടെ ഇപ്പൊ മദറിന്റെ സൈഡിൽ നോക്കുകയാണെങ്കിൽ മദറിന് എന്തുണ്ട്, ഡിമെൻഷ്യ എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. ആള് മരിച്ചതുകൊണ്ടാണ് നമ്മൾ ആ ക്രോസ് ഇട്ടിട്ടുള്ളത്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. അപ്പൊ ഇങ്ങനെ ഒരു 3 ജനറേഷൻ ജീനോഗ്രാം നമ്മൾ എന്ത് ചെയ്യണം, എടുക്കണം. അതിന്റെ കൂടെ തന്നെ നമ്മൾ എന്താണ്, കൺസാങ്കിനിറ്റി എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. കൺസാങ്കിനിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, ഇപ്പോ ഇതിൽ തന്നെ ആരെങ്കിലും പരസ്പരം അങ്ങോട്ട് റിലേറ്റീവ്സ് തമ്മിൽ അങ്ങനെയൊക്കെ കല്യാണം കഴിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെയൊക്കെ എന്താണ് ഒരു പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ജനറ്റിക് വൾനറബിലിറ്റീസ് കാര്യങ്ങളൊക്കെ വരാനും അങ്ങനത്തെ കുറെ സംഗതികൾ ഉണ്ടായി. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻക്വയർ ചെയ്യുക. അതേപോലെ ഫാമിലി മെമ്പേഴ്സ് ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്സ് എങ്ങനെയാണ്, ബ്രദറും സിസ്റ്ററും അതുപോലെ മദറൊക്കെ ആയിട്ട് എങ്ങനെയാണ്, ഫാമിലിയിൽ അവരെങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഫാമിലി ഹിസ്റ്ററിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ഡീറ്റെയിൽ ആയിട്ട് എടുക്കണം. പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് പേഴ്സണൽ ഹിസ്റ്ററി എന്ന് പറയുന്നത്. പേഴ്സണൽ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, ബർത്ത് ആൻഡ് ഏർലി ഡെവലപ്മെന്റ്. ഇതൊക്കെ നമുക്ക് എന്താണ് ചിലപ്പം അവരുടെ അടുത്ത് തന്നെ ക്ലയൻസിന്റെ അടുത്ത് നിന്ന് അവർക്ക് പിന്നെ അറിയുന്നതുണ്ടാവും. ഇപ്പൊ നമ്മൾ പറഞ്ഞു കേട്ടിട്ടാണെങ്കിൽ നമ്മളെ പാരന്റ്സ് നമ്മളോട് പറഞ്ഞു തന്നിട്ട് നമുക്ക് അറിയുന്നതുണ്ടാവും. അതല്ലെങ്കിൽ ഇപ്പൊ കുട്ടികളുടെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ നമുക്ക് എന്താണ് പാരന്റിനെ തന്നെ എന്തായാലും കിട്ടും. ചൈൽഡൊക്കെ ആണെങ്കിൽ അപ്പൊ ചൈൽഡിന്റെ കാര്യത്തിലൊക്കെ ഈ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. മൈൽ സ്റ്റോൺസ് കാര്യങ്ങളൊക്കെ കറക്റ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം. അപ്പൊ അത് ചിലപ്പോൾ എന്താണ്, അവരോട് കുട്ടി കറക്റ്റ് സമയത്ത് നടക്കാനും സംസാരിക്കാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ടോ വെച്ചാൽ ചില പാരന്റ്സ് എന്താ പറയും, ഉണ്ടല്ലോ, പിന്നെ ഒക്കെ കറക്റ്റ് ആണ്, അതിനൊന്നും ഒരു കുഴപ്പമില്ലാന്ന് പറയും. പക്ഷേ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ശരിക്കും ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കണം. അതായത് നിങ്ങൾ ബാക്കിയുള്ള അതല്ലെങ്കിൽ ചിലവർക്ക് അത് ആൻസർ പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം കറക്റ്റ് ഉണ്ടായിരുന്നൊന്നും ഓർമ്മ ഉണ്ടാവില്ല. അപ്പൊ ആ സമയത്ത് എന്ത് ചെയ്യുക, അവർക്ക് വേറെ മക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമ്പയർ ചെയ്ത് ചോദിക്കാം. ഇപ്പൊ നിങ്ങളുടെ മൂത്ത മോന്റെ ബാക്കിയുള്ള കുട്ടികളൊക്കെ വെച്ചിട്ട് ഇയാള് നേരത്തെ സംസാരിച്ചിരുന്നോ, അല്ലെങ്കിൽ കറക്റ്റ് ടൈമിൽ തന്നെയാണോ, എല്ലാവരും ഏകദേശം ഒരേ ടൈമിൽ തന്നെയായിരുന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിലേ ഫീൽ ചെയ്തിരുന്നോ, അങ്ങനെ രീതിയിൽ നമ്മൾ ചോദിക്കുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ എന്താണോ ചോദിക്കുന്നത് അതിനനുസരിച്ചുള്ള ആൻസറാണ് എന്ത് ചെയ്യുക നമുക്ക് കിട്ടുക. അപ്പൊ ആ രീതിയിൽ എൻക്വയർ ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ ഇതിൽ തന്നെയാണ് നമുക്ക് എന്താണ് പ്രഗ്നൻസി ടൈമിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ കഴിയുന്ന ഇതാണ്. നോർമൽ ഡെലിവറി ആയിരുന്നോ, അതേപോലെ തന്നെ എന്താണ് ഒരു എന്താണ് ആക്സിഡന്റൽ പ്രഗ്നൻസി ആണോ, അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഒരു സംഗതിയാണോ എന്നുള്ള, അതുപോലെ എന്തെങ്കിലും വീട്ടിൽ എന്തെങ്കിലും ആ ടൈമിൽ ഇപ്പൊ ചില ആളുകൾക്ക് വേറെ ചൈൽഡ്ഹുഡ് ഹിസ്റ്ററി ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല, യാതൊരു സ്ട്രെസ്സറോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ പ്രഗ്നന്റ് ആയിരിക്കുന്ന അമ്മ പ്രഗ്നന്റ് ആയിരിക്കുന്ന ഈ കുട്ടി എന്താണ് കുറെ സ്ട്രെസ്സുകൾ അനുഭവിച്ചത്, അമ്മന്റെ സ്ട്രെസ്സുകളൊക്കെ കിട്ടിയത് കാരണം ഒരു പിന്നെ അതൊരു പിന്നീട് ഒരു പ്രശ്നമായിട്ട് വരുന്ന കേസുകൾ കാര്യങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ എന്ത് ചെയ്യണം, പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒക്കെ അത്രക്കും ഡീറ്റെയിൽ ആയി ചോദിക്കുന്നത്. ചിലപ്പോൾ ഇതിൽ കാര്യം ഉണ്ടാവാം, ഇല്ലാണ്ടിരിക്കാം, പക്ഷെ ഉണ്ടോ ഇല്ലേന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതെടുക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ കുട്ടിന്റെ ചെറുപ്പത്തിലെ സ്വഭാവം, അയാളുടെ പേഴ്സണാലിറ്റി കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ എങ്ങനെയായിരുന്നു, എല്ലാവരുമായിട്ടും മിങ്കിൾ ചെയ്യുന്ന സ്വഭാവമാണ്, അല്ലെങ്കിൽ ഷോർട്ട് ടെമ്പേർഡ്, ചില കുട്ടികൾ തന്നെ ഭയങ്കര ഷോർട്ട് ടെമ്പേർഡ് ആയിരിക്കും. അപ്പൊ പിന്നെ അറ്റൻഷൻ പ്രശ്നങ്ങൾ കാര്യങ്ങൾ, ഇപ്പൊ ചൈൽഡ് കേസിലൊക്കെ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അതേപോലെ തന്നെ ചൈൽഡ് കേസിൽ മാത്രമല്ല കേട്ടോ, ചൈൽഡ് കേസിൽ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൂടുതലുണ്ട് എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, പിന്നെ ചൈൽഡ്ഹുഡ് ഇൽനെസ്, ചെറുപ്പത്തിൽ അങ്ങനെ മെഡിക്കലോ അല്ലെങ്കിൽ സൈക്കാട്രിക്കോ ഏത് രീതിയിലുള്ളതായാലും, അല്ലെങ്കിൽ അറ്റൻഷൻ പ്രോബ്ലംസ്, കണ്ടക്റ്റിന്റെ പ്രോബ്ലംസ്, അങ്ങനത്തെ ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മെഡിക്കൽ ആയിട്ടുള്ള ജോണ്ടിസ് പോലുള്ള കണ്ടീഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടോ എന്നിട്ട് നമ്മൾ എൻക്വയർ ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ ഈ കുട്ടി ചെറുപ്പത്തിലാവുന്ന സമയത്തും ചൈൽഡ്ഹുഡിലും അതിൽ അഡോളസൻ ഏജിൽ ആ ടൈമിലൊക്കെ എങ്ങനെയായിരുന്നു, വീട്ടിലൊരു അന്തരീക്ഷം എങ്ങനെയാണ്, ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഹോമാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ ചില കുട്ടികൾക്ക് എന്താണ് പാരന്റ്സ് തമ്മിലുള്ള വഴക്ക് കാര്യങ്ങളോ, കാരണം അതൊരു ട്രോമാറ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിട്ട് അങ്ങനെ എന്താണ് പല കണ്ടീഷൻസ് ഉണ്ടാകുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും. അതല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് ചെറുപ്പത്തിലൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല, ഈ ഒരു വൾണറബിലിറ്റി കാരണം കുറച്ച് വലുതായി കഴിയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു പ്രസിപ്പിറ്റേറ്റിംഗ് ഫാക്ടർ ആയിട്ടുള്ള ട്രിഗറിങ് ഇവന്റ് വന്നപ്പോൾ അത് അവിടെ ട്രിഗേർഡ് ആയിട്ട് എന്താണ് ഒരു ഇത് വന്നതാവും. അപ്പൊ അതിന് നമ്മൾ ഇപ്പത്തെ എത്ര ഹിസ്റ്ററി എടുത്താലും നമുക്ക് എന്ത് ചെയ്യില്ല, ഒന്നും കിട്ടില്ല. പക്ഷെ അയാളെ ചൈൽഡ്ഹുഡിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും അയാൾക്ക് ഇങ്ങനെ ഒരു അൺമെറ്റ് ആയിട്ടുള്ള ഒരു നീഡ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ അന്ന് ഉണ്ടായിരുന്നു, അതൊരു വൾണറബിലിറ്റി ആയിട്ട് ഒരു പ്രീഡിസ്പോസിങ് ഫാക്ടർ ആയിട്ട് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു, അതാണ് ഇപ്പൊ ഇതിലേക്ക് ലീഡ് ചെയ്തത്. അങ്ങനത്തെ കുറച്ച് ഹിന്റ്സ് കാര്യങ്ങൾ നമുക്ക് കിട്ടും. പിന്നെ അതേപോലെ സ്കൂളിൽ എന്താണ് പഠിത്തത്തിന്റെ കാര്യം, അതുപോലെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ എങ്ങനെയാണ്, ബാക്കി സ്കൂളിലെ കുട്ടികളായിട്ട് അതുപോലെ പാരന്റ്സ് ടീച്ചേഴ്സ് ആയിട്ട് എങ്ങനെയായിരുന്നു ആ റിലേഷൻഷിപ്പ് കാര്യങ്ങളൊക്കെ, അങ്ങനത്തെ ഒക്കെ എൻക്വയർ ചെയ്യുക. പിന്നെ
ആളുടെ ഒക്യുപ്പേഷണൽ ഹിസ്റ്ററി. ഇപ്പൊ ചില കണ്ടീഷൻസിലാണെങ്കിൽ എന്താണ് ഫ്രീക്വന്റ് ആയിട്ട് ഇങ്ങനെ ജോബ് മാറിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഉണ്ടാവും. അപ്പൊ അതല്ലെങ്കിൽ എന്താണ് ഒക്യുപ്പേഷണലി തന്നെ ഇവർ ഈ സിംറ്റംസ് കാരണം ചിലപ്പോൾ ഫസ്റ്റ് സിംറ്റംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത് അവർ നോട്ടീസ് ചെയ്ത് ചിലപ്പോൾ അവരുടെ ഒക്യുപ്പേഷണൽ സെറ്റിംഗ് നിന്നായിരിക്കാം. അവിടെ എന്തെങ്കിലും ഈ രീതിയിൽ അവർക്ക് എന്താണ് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയാണ്ട് വരിക. അപ്പൊ അങ്ങനത്തെ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഒക്യുപ്പേഷനിൽ അവിടെ എങ്ങനെയായിരുന്നു, കൊളീഗ്സ് ആയിട്ടൊക്കെ എങ്ങനെയായിരുന്നു, വർക്കിന്റെ മോഡ് എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് ചോദിക്കാം. പിന്നെ സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ മെൻസ്ട്രൽ ഹിസ്റ്ററി. അപ്പോൾ അത് ചില മൂഡ് ഡിസോർഡേഴ്സ് കാര്യങ്ങളൊക്കെ ഇപ്പൊ ചില ആളുകൾ എന്താണ് അവർക്ക് ഓൾറെഡി മെൻസ്ട്രേഷൻ ആയിട്ട് ബന്ധപ്പെട്ട് തന്നെ അങ്ങനത്തെ ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഹോർമോണൽ ഇംബാലൻസുകൾ നമ്മൾ ബയോളജിക്കൽ ആയിട്ട് ഫാക്ടറാണ് ആ സംഗതി ഉള്ള ആളുകളുണ്ടാവും. അപ്പൊ അവർക്ക് ചിലപ്പോൾ എന്താണ് അതൊരു പ്രീഡിസ്പോസിങ് ഫാക്ടർ ആയിട്ട് അവിടെ അഫക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അവർക്ക് എന്താണ് അവരുടെ ഫസ്റ്റ് മെൻസ്ട്രേഷനോടുള്ള റിയാക്ഷൻ എങ്ങനെയായിരുന്നു, റെഗുലർ ആണോ, ആ ടൈമിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ വരാറുണ്ടോ, അങ്ങനത്തെ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, എൻക്വയറി ചെയ്ത് ചോദിച്ച് മനസ്സിലാക്കുക. പിന്നെ സെക്ഷൽ ഹിസ്റ്ററി. അത് സെക്ഷൽ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ എന്താണ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പൊ അതുകൊണ്ട് ക്ലയന്റ് അത് ഡിസ്ക്ലോസ് ചെയ്യാൻ വില്ലിംഗ് ആണെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, അങ്ങനെ ചോദിക്കാൻ പാടുള്ളൂ. ചോദിച്ച് അവരെ അത് താല്പര്യമില്ല എന്നുള്ള രീതിയിലാണെങ്കിൽ ഒരിക്കലും എന്താണ് അത് നിർബന്ധമായിട്ട് ഇത് കിട്ടണം എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, പറയാൻ പാടില്ല. അപ്പൊ അത് എന്താണ് അവരുടെ സെക്ഷൽ പിന്നെ സാറ്റിസ്ഫാക്ഷൻ കാര്യമെങ്കിൽ ഇപ്പൊ മാസ്റ്റർബേറ്ററി പ്രാക്ടീസസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണ് അതിൽ സെക്ഷൽ ഹിസ്റ്ററിയിൽ വരുന്നത്. അപ്പൊ അതൊക്കെ കിട്ടുമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, കളക്ട് ചെയ്യുക റെലവെന്റ് ആണ് എന്നുണ്ടെങ്കിൽ. അതല്ലെങ്കിൽ നമ്മൾ അതിലേക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, കൂടുതലായിട്ട് പോകേണ്ട ആവശ്യമില്ല. പിന്നെ അതേപോലെ തന്നെ മാരിറ്റൽ ഹിസ്റ്ററി എന്നുള്ള കാര്യം, മാരിറ്റൽ ഹിസ്റ്ററിയിൽ ഈ പറഞ്ഞ പോലെ അവരുടെ മാരീഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്താണ് അറേഞ്ച് മാരേജ് ആണോ ലവ് മാരേജ് ആണോ, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റ് അറിഞ്ഞിരിക്കണം. പിന്നെ സബ്സ്റ്റൻസ് യൂസ്, അതും ഈ പറഞ്ഞ പോലെ നമുക്ക് ഡയറക്റ്റ് കിട്ടാൻ സാധ്യത വളരെ കുറവായിരിക്കും. ചിലപ്പോൾ ആളുകൾ എന്താണ് നമ്മളോട് അങ്ങനെ ഓപ്പൺ ആയിട്ട് പറയില്ല സബ്സ്റ്റൻസ് യൂസ് ഉണ്ട് എന്നുള്ളതൊക്കെ. അതൊക്കെ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ നമുക്ക് എന്താണ് ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിൽ അവിടെ നിന്ന് മാർക്ക് ചെയ്ത് വെക്കാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ചെയ്യാനായിട്ട് കഴിയുന്നത്. പിന്നെ വരുന്ന ഇതാണ് എന്ത് 7th വണ്ണാണ് പ്രിമോർബിഡ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രിമോർബിഡ് പേഴ്സണാലിറ്റിയിൽ നമ്മൾ എന്താണ്, പ്രിമോർബിഡ് എന്ന് പറയുമ്പോൾ അയാൾക്ക് ഈ ഒരു സിംറ്റംസ് കാരണം ഈ ഒരു കണ്ടീഷൻ വരുന്നതിന് മുമ്പുള്ള ആളുടെ പേഴ്സണാലിറ്റി എന്തായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ആക്ച്വലി പ്രിമോർബിഡ് പേഴ്സണാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ ഇൽനെസ് തുടങ്ങുന്നതിന് മുമ്പ് ആ നോർമൽ എന്ന് നമ്മൾ പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടല്ലോ, അവിടെ ആളുടെ സ്റ്റേറ്റ് എന്തായിരുന്നു എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പൊ അതിന്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചോദിക്കണം. അതായത് അയാളുടെ സോഷ്യൽ റിലേഷൻസ്, ആള് എങ്ങനെയായിരുന്നു ബാക്കിയുള്ളവരോടൊക്കെ, അതേപോലെ തന്നെ മറ്റ് ഫങ്ഷനിങ്, സ്ലീപ്പ്, പിന്നെ അതേപോലെ എന്താണ് ഫുഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഓരോ ഫങ്ഷനിങ് കാര്യങ്ങള്, പിന്നെ സ്ട്രെസ്സുമായിട്ട് കോപ്പ് ചെയ്യുന്ന രീതി, സ്ട്രെസ് ടോളറൻസ് കാര്യങ്ങളൊക്കെ എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പിന്നെ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് അയാൾ ചെയ്തിട്ടുള്ളത്, അതുപോലെ ലീഷർ ടൈമിലെ നമ്മൾ ഒഴിവ് സമയത്ത് എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്, അയാളുടെ ഹോബീസ് കാര്യങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ അതേപോലെ തന്നെ എന്താണ് അയാളുടെ മുമ്പുണ്ടായ ഇപ്പൊ ചില ആൾക്ക് ഒരു എന്താ മൂഡ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ, പെട്ടെന്ന് ഇങ്ങനെ മൂഡ് സിങ്സ് കാര്യങ്ങൾ വരുന്ന ആളാണോ, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു അയാളുടെ അസുഖത്തിന് മുമ്പുള്ള ആ ഒരു കണ്ടീഷൻ എങ്ങനെയായിരുന്നുള്ളൂ. പിന്നെ അതുപോലെ അയാളെ ക്യാരക്ടർ, സ്വന്തത്തോടുള്ള ക്യാരക്ടർ, ഇപ്പൊ സെൽഫ് എസ്റ്റീം കാര്യങ്ങളൊക്കെ കുറഞ്ഞ ആളുകൾ ഉണ്ടാവും. അതല്ലെങ്കിൽ എങ്ങനെയായിരുന്നു അയാളെ സ്വന്തത്തെ അയാൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്, അതേപോലെ മറ്റുള്ളവരോടുള്ള ആറ്റിറ്റ്യൂഡ്, വർക്കിനോട്, അതുപോലെ തന്നെ അവരുടെ മോറൽ സ്റ്റാൻഡേർഡ്സ് കാര്യങ്ങള്, ഇങ്ങനത്തെ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, മാക്സിമം എത്രത്തോളം നമുക്ക് കിട്ടുന്നോ അത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, എൻക്വയറി ചെയ്യാം. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പ്രിമോർബിഡ് പേഴ്സണാലിറ്റി ചോദിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ പോലെ അവരോട് എക്സാമ്പിൾസ് പറയാൻ പറഞ്ഞു. അപ്പൊ ഇൻഫോർമന്റ് ആണ് ഇത് തരുന്നതെന്ന് വിചാരിച്ചു. നമുക്ക് ഇൻഫോർമന്റ് ഇപ്പൊ ഒരു മദർ ആണ് തന്റെ കുട്ടീനെ കുറിച്ച് പറയാണ്. അവ പറയുന്ന സമയത്ത് പറയാം അവൻ എന്താണ് ഭയങ്കര ഷൈ ആണ് എന്ന് മദർ പറഞ്ഞു. അപ്പൊ നമ്മൾ ഉടനെ എന്താണ് ഷൈ എന്നുള്ളത് എഴുതി വെക്കല്ല, നമ്മൾ ചോദിക്കണം. എക്സാമ്പിൾസ് പറയാനായിട്ട് നമ്മൾ കൂടുതൽ എലാബറേറ്റ് ചെയ്ത് ചോദിക്കുക. അപ്പൊ എന്താ നിങ്ങൾ അങ്ങനെ മീൻസ് അങ്ങനെ പറയാനുള്ള കാരണം എന്താണ് ഇങ്ങനെ, അപ്പൊ അത് പിന്നെ ഓൻ എന്താണ് ഇങ്ങനെ പുറത്തൊന്നും ഇറങ്ങൂല എപ്പോഴും. അപ്പൊ അങ്ങനെ എന്താണ് എക്സാമ്പിൾസ് വരുമ്പോൾ നമുക്ക് കറക്റ്റ് മനസ്സിലാവും ഇതൊരു പിന്നെ ഇത് കറക്റ്റ് എങ്ങോട്ടേക്കാണ് ലീഡ് ചെയ്യുന്നത് എന്നുള്ള ഒരു സംഗതി. അപ്പൊ അങ്ങനെ അവർ പറയുന്നത് അങ്ങനെ എഴുതാതെ ഈ പറഞ്ഞ പോലെ നമ്മൾ കൂടുതൽ എന്ത് ചെയ്യുക, അത് എക്സ്പ്ലോർ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഇത്രയൊക്കെയാണ് എന്ത് നമ്മളൊരു ടിപ്പിക്കൽ കേസ് ഹിസ്റ്ററിയിൽ വരുന്ന കാര്യങ്ങള്. ഇനി ലാസ്റ്റ് വൺ നമ്മൾ പറയുന്നത് കേസ് കോൺസെപ്റ്റലൈസേഷൻ എന്നുള്ളൊരു സംഗതിയാണ്. അപ്പൊ ഈ കേസ് ഹിസ്റ്ററി എന്ന് പറഞ്ഞാല് ആക്ച്വലി എന്താണ്, നമ്മളൊരു പസിലിന്റെ കുറെ പാർട്സ് ഇങ്ങനെ ശേഖരിച്ചാണ് നമുക്ക് കുറെ ഇൻഫർമേഷൻസ് കാര്യങ്ങൾ കിട്ടി. ഇനി പസിൽ എന്ത് ചെയ്യണം, നമുക്ക് പസിൽ സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കറക്റ്റ് ഭാഗത്ത് ഫിറ്റ് ചെയ്താൽ മാത്രമാണ് എന്ത് ചെയ്യുക, ആ പസിൽ നമുക്ക് സോൾവ് ചെയ്യാൻ കഴിയാം. ഇതേപോലെ തന്നെയാണ് കേസ് കോൺസെപ്റ്റലൈസേഷൻ എന്ന് പറയുമ്പോൾ
നമ്മൾ എന്താണ് നമുക്ക് കിട്ടിയ ഡാറ്റ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം അതിനെ ഈ ഒരു ഹെഡിങ്സിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 4P മോഡൽ എന്ന് പറഞ്ഞില്ലേ. ഇപ്പൊ 4P മോഡൽ കോൺസെപ്റ്റലൈസേഷൻ ആണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. പ്രീഡിസ്പോസിങ്, പ്രസിപ്പിറ്റേറ്റിംഗ്, പെർപച്വേറ്റിംഗ്, പ്രൊട്ടക്റ്റീവ്. ആ 4 ഫാക്ടർ തന്നെ അത് ബയോളജിക്കൽ ആണോ സൈക്കോളജിക്കൽ ആണോ സോഷ്യൽ ആണോ എന്നുള്ളതനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട് അതിന്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യുക ഒന്ന് കാറ്റഗറൈസ് ചെയ്യാം. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് ഓക്കെ ഇയാൾക്ക് ഇത് വരാനുണ്ടായ കാരണം ഇന്നതാണ്. അപ്പൊ എന്താണ് ചിലപ്പോൾ നമ്മൾ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻസ് മാത്രം കൊടുത്താൽ മതിയാവില്ല. ഇപ്പൊ ബയോളജിക്കൽ ആയിട്ടുള്ള റീസൺ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെന്താണ് കൂടുതൽ ചിലപ്പോൾ ചില കേസിലൊക്കെ ആണെങ്കിൽ ജസ്റ്റ് എന്താണ് ഒരു മെഡിസിൻ ചെല്ലേണ്ടി വരും. മെഡിസിൻ കിട്ടിയതിന് ശേഷം പിന്നെ തെറാപ്പി കൊടുക്കുമ്പോഴാണ് എന്ത് ചെയ്യുക അത് വർക്ക് ആവുക. അപ്പൊ അങ്ങനത്തെ കേസിൽ എന്താണ് അപ്പൊ നമ്മൾ ഇങ്ങനെ ഓക്കെ ഇതൊരു സൈക്കാട്രിസ്റ്റിനും കൂടെ റെഫർ ചെയ്യണം, ആളും ഞാനും കൂടെയാണ് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ള ഒരു കാര്യം നമുക്ക് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം ഈ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അല്ലാതെ നമ്മൾ കുറെ എന്താണ് നമുക്ക് 2-3 പേജ് കേസ് ഹിസ്റ്ററി ഇങ്ങനെ കിട്ടി ഇതും കൊണ്ട് നമ്മൾ ഇരുന്നിട്ട് കാര്യമില്ല. അപ്പം ഇനി എങ്ങോട്ടേക്ക് നമ്മൾ മൂവ് ചെയ്യണം, ഇനി എന്തൊക്കെ ഇന്റർവെൻഷൻസ് ഇയാൾക്ക് കൊടുക്കണം എന്നുള്ളതിന് കറക്റ്റ് നമുക്കൊരു ധാരണ കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഈ ഫാക്ടേഴ്സ് എല്ലാം നമ്മൾ എന്ത് ചെയ്യണം അറിഞ്ഞിരിക്കണം. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രൊട്ടക്റ്റീവ് ഫാക്ടേഴ്സ് നമുക്ക് ചിലപ്പോൾ വർക്ക് ചെയ്യാനുള്ളത് ഈ ഒരു പ്രൊട്ടക്റ്റീവ് ഫാക്ടേഴ്സിലായിരിക്കാം. അപ്പൊ അത് നമുക്ക് എന്താണ് അയാളുടെ സ്കില്ല് കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനും ആ രീതിയിൽ അയാൾക്ക് ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞേക്കാം. അതല്ലെങ്കിൽ ബയോളജിക്കൽ ആയിട്ടുള്ള റീസൺ ആണെങ്കിൽ ഈ പറഞ്ഞ ഹോർമോണലി ഉള്ള ഇംബാലൻസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതെന്ത് ചെയ്യേണ്ടി നമ്മളൊരു ഫിസിഷ്യന്റെ സഹായത്തോടെ. ഇനിയിപ്പോ കുട്ടികളുടെ ഒക്കെ കേസിലാണെങ്കിൽ നമുക്ക് എന്താണ് ചിലപ്പം നമ്മുടെ അടുത്ത് ആള് ഇപ്പൊ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് വരുന്ന നമ്മൾ ബിഹേവിയറൽ തെറാപ്പി കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും. അതിന്റെ കൂടെ തന്നെ ചിലപ്പോൾ ആ ചൈൽഡിന് ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റിന്റെ അല്ലെങ്കിൽ സ്പീച്ച് തെറാപ്പിസ്റ്റിന്റെ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററോ ഒക്കെ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് കറക്റ്റ് റെഫറൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം ഈ ഫാക്ടേഴ്സ് തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് അറിയണം. അതല്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും നമ്മൾ ഇത് വെച്ചിട്ട് ഒരു ഐഡിയ അല്ലാതെ അല്ലെ ഒരു ഡയറക്ഷൻ ഇല്ലാതെ നമ്മളിങ്ങനെ പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പൊ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രീതിയിൽ കേസിനെ കോൺസെപ്റ്റലൈസ് ചെയ്യുക. ഈ 3 ഫാക്ടർ ഇത് എങ്ങനെയൊക്കെയാ കണക്ട് ആവുന്നത്, ഇതിൽ നമുക്ക് എവിടെയൊക്കെയാ വർക്ക് ചെയ്യാം, ഇതിൽ എവിടെയൊക്കെ റെഫർ ചെയ്യേണ്ടതുണ്ട് എന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക നമ്മൾ കൂടുതൽ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പം ഇത്രയാണ് ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ സാധനങ്ങളാണ്. അപ്പം എന്താണ് ഇപ്പൊ ഓൾറെഡി PG കഴിഞ്ഞ് നിൽക്കുന്നവരൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഏകദേശം നല്ലൊരു ധാരണ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ എന്ത് ചെയ്യാ നിങ്ങളെ ഫീഡ്ബാക്സുകളൊക്കെ ഞങ്ങൾക്ക് പറയാം, ക്ലാരിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. എവിടെങ്കിലും ഡൗട്ട്സ് ഏതെങ്കിലും ഒരു ഭാഗം ഒന്ന് ക്ലാരിഫൈ ചെയ്ത് തരണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. നിങ്ങൾക്ക് കണക്ട് ആവാത്തതോ അല്ലെങ്കിൽ പറഞ്ഞു പോയിപ്പോൾ ഒരു ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഫീഡ്ബാക്ക് ആയാലും പറയാം. ഇത് വലിയൊരു ഏരിയയാണ് ശരിക്കും. ഇപ്പം നമ്മളൊരു ഓവറോൾ മാപ്പാണ് നമ്മൾ പറഞ്ഞു പോയിട്ടുള്ളത്. അപ്പം അതിൽ എന്തായാലും ഇനി ഇലാബറേറ്റ് ചെയ്യാനുണ്ട്. പക്ഷെ സ്പെസിഫിക് എന്തെങ്കിലും അറിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദിച്ചാൽ മാം പറഞ്ഞുതരും. മാം പറഞ്ഞതൊക്കെ ക്ലിയർ ആയി. എവിടൊക്കെ എന്തൊക്കെ വേണ്ടത് എന്നൊക്കെ ക്ലിയർ ആയിട്ടാണ് പറഞ്ഞത്. താങ്ക് യു. പക്ഷെ ഒരു ഡൗട്ട് വരുന്നത് എന്താന്ന് വെച്ചാൽ ഇതിങ്ങനെ സ്റ്റോറി പോലെ എഴുതണം എന്ന് പറയുമ്പോൾ നമുക്ക് അവരോട് സംസാരിക്കുന്നതിന്റെ കൂടെ ഇത് ചോദിച്ചറിയുന്നതിന്റെ കൂടെ നമ്മൾ അങ്ങനെ അതിങ്ങനെ എഴുതി ഫോം ചെയ്ത് വരിക. അത് ഞാൻ പറഞ്ഞല്ലോ, അത് ഈ പറഞ്ഞ പോലെ അത് നമ്മളെ സ്കില്ലാണ്. തുടക്കത്തിലും നമുക്ക് അത്ര കഴിഞ്ഞോണമെന്നില്ല. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ. അപ്പോൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഞാൻ പറഞ്ഞാൽ ഇതേപോലെ നോട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഇങ്ങനെ നമ്മൾ ഇരുന്ന് എഴുതുകയൊക്കെ ആയിരുന്നു ചെയ്യല്. അപ്പം സ്റ്റാർട്ടിങ് ഇപ്പൊ അങ്ങനെ ആയിരിക്കും. അതല്ല നമ്മൾ കുറച്ചും കൂടെ നമ്മൾ സ്വാഭാവികമായിട്ട് എന്താണ് എനിക്കൊക്കെ ആദ്യം തോന്നലുണ്ടായിരുന്നു. അതായത് ഇപ്പം നമ്മളിങ്ങനെ ഇപ്പൊ ഇത് എഴുതുന്ന ഇങ്ങനെ സമയത്ത് അവർ ക്ലയന്റിന് ഒരു ഓക്വേർഡ് ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷെ അങ്ങനെയല്ല, കാരണം അവർക്ക് അറിയാം ഓൾറെഡി നമ്മൾ എന്താണ് നമ്മൾ കൺസൾട്ടേഷന് മീൻസ് ഒരു ഹെൽപ്പിന് വേണ്ടി വന്നാണല്ലോ. അപ്പൊ ഒരു ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ എന്തായാലും ട്രൈ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം അതിന്റെ കൂട്ടത്തിൽ നമുക്ക് കഴിയുന്ന പോലെ എന്ത് ചെയ്യാം നമ്മൾ ഈ ഒരു സാധനം നമ്മൾ പ്രിന്റ് എടുത്ത് വെക്കുക. ഈ ഒരു ഫോർമാറ്റ് നമ്മൾ പ്രിന്റ് എടുത്ത് വെച്ചിട്ട് ഇപ്പൊ നമുക്ക് കിട്ടുന്ന ഡീറ്റെയിൽസ് എന്ത് ചെയ്യാം നമ്മൾ അങ്ങനെ ഫില്ല് ചെയ്യാൻ നോക്കുക. ഇനി അതല്ല സ്റ്റാർട്ടിങ്ങിൽ ആ ഫോർമാറ്റിലേക്ക് തന്നെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റഫായിട്ട് നമ്മളെ കയ്യിലൊരു ബുക്ക് വെക്കുക. എന്നിട്ട് അതിൽ നമ്മൾ കിട്ടുന്ന ഈ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ട് പിന്നെ ക്ലയന്റ് പോയതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാം വേണമെങ്കിൽ അത് ഒന്നുകൂടെ എടുത്തിട്ട് കറക്റ്റ് എവിടെയാണ് ഫിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് ഫിറ്റ് ചെയ്യാം. ചിലപ്പോൾ ഒരു സെഷനിൽ തന്നെ നമുക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടണമെന്ന് യാതൊരു നിർബന്ധമില്ല. ക്ലയന്റിന്റെ കോപ്പറേറ്റീവ്നെസ്സും കാര്യങ്ങളൊക്കെ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അനുസരിച്ചായിരിക്കും. അല്ലെങ്കിൽ ഇൻഫോർമെന്റ് കാര്യങ്ങൾ ഇപ്പോൾ ചൈൽഡ്ഹുഡ് ഹിസ്റ്ററി ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഇൻഫോർമെന്റ് ഇല്ലെങ്കിൽ നമുക്ക് അത്ര കിട്ടണമെന്നില്ല. അപ്പൊ കിട്ടുന്ന മാക്സിമം ഡീറ്റെയിൽ എന്ത് ചെയ്യാം
നമ്മൾ എഴുതി വെക്കുക. പിന്നെ വെറും നമ്മൾ ഈ കഥ എഴുതുന്ന കാര്യം മാത്രമായി പോകരുത്. ഈ പറഞ്ഞ പോലെ അവിടെ ക്ലയന്റിനെ അയാൾ നമ്മൾ ഡീഹ്യൂമനൈസ് ചെയ്യാൻ പാടില്ല. അയാൾക്ക് വേണ്ട രീതിയിലുള്ള റെസ്പോൺസ് നമ്മൾ ഓൾറെഡി നമ്മൾ കൗൺസിലിംഗ് സ്കിൽസുകളൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. സമ്മറൈസ് ചെയ്യുക, അതുപോലെ തന്നെ ഈ രീതിയിൽ അവരോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ തന്നെ ഓക്കെ ആളിനെ കേൾക്കുന്നുണ്ട് എന്നുള്ളൊരു ഫീലിംഗ് ആൾക്ക് കിട്ടും. അപ്പൊ ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നന്നാവും സ്റ്റാർട്ടിങ്ങിലൊക്കെ. പിന്നെ പിന്നെ നമ്മൾ അതായിട്ട് അഡാപ്റ്റഡ് ആയിട്ട് വന്നോളും. ഓക്കെ ആണോ? ആ താങ്ക് യു. ഇനി എന്തെങ്കിലും ആർക്കെങ്കിലും ചോദിക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ ഫീഡ്ബാക്സ് കാര്യങ്ങൾ അറിയിക്കാനോ ഉണ്ടെങ്കിൽ പറയാം. അതല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ഇതായിട്ട് ഇങ്ങനെ ലെഫ്റ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ട്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്യാം, ഗ്രൂപ്പ് ത്രൂ നമുക്ക് വേണമെങ്കിൽ ചില പേഴ്സണലി കോൺടാക്ട് ചെയ്യാം. പിന്നെ നിങ്ങളെ ഫീഡ്ബാക്സ് കാര്യങ്ങളൊക്കെ ഇതിൽ പറയാൻ പ്രയാസം ഉണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ഗ്രൂപ്പിൽ ഒന്ന് ടൈപ്പ് ചെയ്തിടുക. അപ്പൊ നമുക്ക് ഇനിയും എന്തൊക്കെയാണ് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവില്ല. നമുക്ക് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഓൾ ക്ലിയർ എന്ന് നിഹാൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്താലോ.